4 മക്കളിലെ ഏറ്റവും പഠിക്കാൻ കൊള്ളാത്ത ആൾ ഞാനായിരുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് ഫ്രഷ് ഹോമിൽ സച്ചിൻ ടെണ്ടുൽക്കറും പ്രീതി സിൻഡ്രയും രൺവീർ സിംഗൊക്കെ ഞങ്ങളുടെ കസ്റ്റമറാണ്. ലോകത്ത് ആദ്യമായി പച്ചമീനിനെ ഓൺലൈനിൽ വിറ്റതും സീറ്റ് ഹോമാണ്. ലോകത്തിൽ ആദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തതും സീറ്റ് ഹോമാണ്. ഇന്ന് കേരളത്തിലുള്ള ഇന്ത്യയിലെ ഏത് കടപ്പുറത്ത് നിന്നുണ്ട് ആർക്കാ ചരക്കെന്ന് വെച്ചാൽ മാത്യുവിനാണെന്ന് പറഞ്ഞാൽ എപ്പോൾ പൈസ തരും എന്നവർ ചോദിക്കില്ലെന്ന് 100%. ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമെന്നറിയില്ല. ഞാനും ഷാനും കൂടി ബിസിനസ് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ റിട്ടേൺ ആയ ഒരു എഗ്രിമെന്റ് ഇല്ല. ഇത്ര വലിയ കമ്പനി ആയിട്ട് പോലും ഞാൻ കൊണ്ടുവന്നൊരു സ്വപ്നമാണ്, എൻ്റെ ഒരു ഐഡിയ ആണ്. ഇത് ലോകം മുഴുവൻ അറിയണം. എനിക്ക് മീൻ കച്ചവടം അറിയാം, പക്ഷേ എനിക്ക് ടെക്നോളജി അറിയാം. ഷാൻ എന്തറിയാം? ഷാന് ടെക്നോളജി അറിയാം, പക്ഷേ മീൻ കച്ചവടം അറിയാം. അപ്പം നമ്മളെപ്പോഴും പാർട്ട്നേഴ്സിനെ കണ്ടെത്തേണ്ടത് നമ്മുടെ പോരായ്മകൾ നികത്തുന്ന ആൾക്കാരെയായിരിക്കും. എന്നിട്ട് നിങ്ങൾ സുതാര്യമായിരിക്കണം. ഇന്ത്യയിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നത് 17,000 പേരുണ്ട്. പിന്നെ ദുബായ്. ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ സച്ചിൻ ബിന്നിയും കൂടി തുടങ്ങിയ കമ്പനിയാണ്. ബിന്നിക്ക് അന്നേരം ആകപ്പെടെ ഉണ്ടായിരുന്ന 6.5% ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കാരണന്മാരാണെങ്കിൽ ആലോചിക്കാൻ പറ്റും, ഞാൻ തുടങ്ങിയ കമ്പനിയിൽ എനിക്ക് 6.5% ഷെയറേ ഉള്ളൂ. എന്നാലും ഞാനൊരു കോളേജിൽ പോയി. ഞാനവിടെ ചെന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ MBAയുടെ സിലബസ് മാറിയിട്ട് 8 വർഷമായി. 8 വർഷം മുമ്പുള്ളൊരു സിലബസ് പഠിച്ചിട്ട് ആ MBA വിദ്യാർത്ഥി പുറത്തിറങ്ങി എന്ത് ചെയ്യാനാണ്? മലയാളികളാണെങ്കിൽ പൊട്ടിപ്പോയെന്നറിയും. ബൈജൂസ് പൊട്ടി, പിന്നെ ബൈജൂസിന് തെറിയോട് തെറിയാണ് അല്ലേ? ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ എത്രയോ പേരുടെ ട്യൂഷൻ സെന്റർ നടത്തി. അവൻ 5 വർഷം 10 വർഷം ആണായിട്ട് ജീവിച്ചില്ലേ? അവനെ കണ്ടോണ്ട് എത്രയോ ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ ഇന്ത്യയിലുണ്ടായി. ആരൊക്കെ അവനെ സല്യൂട്ട് ചെയ്യണം. പരാജയപ്പെടുമ്പോൾ അതൊക്കെ എല്ലാം ബിസിനസ്സിലുള്ളത്. ആരെങ്കിലും ഒരാൾ ചെയ്ത് ജയിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോരും. ഒരാൾ കാണിക്കുന്നുണ്ട്, നമ്മൾ പോരും. ഇപ്പോഴും നമ്മുടെ അധ്യാപകരുടെ 90% ഇപ്പോഴും പഴയ ലെവലിലായിരിക്കും. നല്ലോണം മാർക്ക് മേടിച്ചല്ല, ജോലിയും മേടിച്ചു നോക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്ത് ചെയ്യണമെന്നല്ല, എന്ത് ചെയ്യരുതെന്ന്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇപ്പോൾ ഈ ഒരു ജേർണിയിൽ അപ്പോൾ എന്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു. പക്ഷേ ഒന്ന് പറയാം, എന്തൊക്കെ തരണം ചെയ്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഈ CTO തുടങ്ങുമ്പോൾ മീൻ കച്ചവടം തുടങ്ങിയെന്നല്ലേ, എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ആ എക്സ്പോർട്ട് ഇങ്ങനെ 10 വർഷം കഴിഞ്ഞ് പൊട്ടി പൊളിഞ്ഞു പോയി. പക്ഷേ ഞാനിപ്പോൾ CTO തുടങ്ങിയ കഥ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ നമ്മൾ അനുഭവിച്ച ഓരോ വിഷമങ്ങളുണ്ട്. അതായത് നമ്മളന്ന് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. ആൾക്കാരിങ്ങനെ വിളിയാണ് പൈസയ്ക്ക്, മനസ്സിലായി. പക്ഷേ ഈ 10 വർഷം ഞാൻ ഉണ്ടാക്കി വെച്ച കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഓരോന്നോരോന്ന് വിറ്റ് ആൾക്കാർക്ക് പൈസ കൊടുക്കും. അപ്പോൾ എനിക്കന്ന് ഭയങ്കര സങ്കടമായിരുന്നു ഈ ചില സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ. ഇപ്പോഴും ഞാൻ പറയാം, അരൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് പോകുമ്പോൾ എരമല്ലൂർ ജംഗ്ഷനിൽ ഞങ്ങൾക്ക് ഇപ്പോഴും സങ്കടം. പക്ഷേ ആ സ്ഥലം കണ്ണായ സ്ഥലം ഞാൻ അന്ന് കൊടുത്തു. ഇപ്പോഴും അവിടെ ഒരു ഹോട്ടൽ നടത്തും അവർ. അവരുടെ മുന്നാധാരം എടുത്ത് നോക്കി എൻ്റെതാണ്. ഹൈവേ സൈഡ് തന്നെ, ഹൈവേയിൽ തന്നെ. കഷ്ടപ്പെട്ട് വാങ്ങിച്ചത് തന്നെ, നമ്മൾ വാങ്ങിച്ചല്ല, വേറെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അത് അവർക്ക് കൊടുത്തു, അവരിപ്പോൾ നന്നായിട്ട് ചെയ്യുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ അത് വിറ്റിട്ട് ആ പൈസ കൊണ്ട് കടപ്പുറത്ത് കൃത്യമായി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലുള്ള ഇന്ത്യയിലെ ഏത് കടപ്പുറത്ത് നിന്നിട്ടും ആർക്കാ ചരക്കെന്ന് വെച്ചാൽ മാത്യുവിനാണെന്ന് പറഞ്ഞാൽ എപ്പോൾ പൈസ തരും എന്നവർ ചോദിക്കില്ല എന്ന് 100% ഉറപ്പ്. ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, ആ സാധനത്തിനെ ബിൽഡ് ചെയ്യാൻ എൻ്റെ ആ 10 വർഷത്തെ അധ്വാനം വിറ്റാണ് നിലനിർത്തിയതെങ്കിലും അത് ആ 10 വർഷം ഞാൻ കൂട്ടിയല്ല വിറ്റ് തീർത്ത അധ്വാനത്തെക്കാളും അല്ല ഫലത്തെക്കാളും അസറ്റിനേക്കാളും വലിയ അസറ്റ് ഇന്ന് ഇന്ത്യയിൽ എല്ലാ കടപ്പുറത്തും എനിക്കുണ്ട്. 100% ആരും ചോദിക്കില്ല എന്ന് പൈസ തരും. അതിപ്പം മോനും ഈ ബിസിനസ് തന്നെയാണല്ലോ. അവൻ കടപ്പുറത്ത് ചെല്ലുമ്പോൾ അവൻ പറയും, മാത്യുവിന്റെ മോനാന്ന് പറഞ്ഞാൽ അവർ പറയും ചരക്കെടുത്തോ കൊണ്ടുപോക്കോ എന്ന് പറയും. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. ആ ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ അതെല്ലാം വിൽക്കേണ്ടി വന്നത്. അന്നൊക്കെ എനിക്ക് വ്യക്തിപരമായി ഞാൻ എൻ്റെ വാതിൽ കൂടി പോകുമ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും അത് കാണും. ഞാൻ നോക്കും, നമ്മളന്ന് ഹൈവേ സൈഡിലൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പൊ അത് വാങ്ങിച്ചിട്ട് വിറ്റ് പോകുന്ന. പക്ഷെ മാറ്റി പറയും, അത് നമുക്ക് നമ്മൾ അത് കഴിഞ്ഞ് എന്തെല്ലാം ആയി. ചിലത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്ക് ചിലതൊക്കെ നേടാൻ പറ്റുക. അന്നത് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലേ ഒരുപക്ഷെ എനിക്ക് കടപ്പുറത്തൊന്നും ഇന്നത്തെ പോലെ ചെല്ലാൻ പറ്റില്ലായിരുന്നു. ഇന്നിപ്പോ ഞാൻ ഏത് കടപ്പുറത്ത് നിന്നാലും എപ്പോഴും സാറെ പൈസ തന്നെ എന്നോട് ആരും ചോദിക്കില്ല. അത് മുതലെടുക്കുവാണ് അജി ചാച്ചന്റെ പേര് പറഞ്ഞ് അവിടെ നിൽക്കുവാണ്, തുടങ്ങിയിരിക്കുക. ഒരിടത്തും ഒരു കടപ്പുറത്ത് അത് നമ്മൾ അന്ന് ആ ഒരു വിശ്വാസം അവർക്കുണ്ടല്ലോ. അവന്റെ ഉള്ളത് വിറ്റിട്ടായാലും ഞങ്ങളുടെ പൈസ തരും എന്നൊരു സാധനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതാണ് നമുക്ക് എത്ര പൈസ കൊടുത്താലും നേടിയെടുക്കാൻ പറ്റുന്നൊന്നല്ല. അതൊക്കെ നമ്മൾ പോകെയുള്ള നമ്മുടെ ഇതിൽ ക്യാരക്ടറിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ. എന്നോട് ഒരാൾ ഇന്നാൾ ചോദിച്ചത്, നിങ്ങളുടെ ഫ്രഷ് ടു ഹോം തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ടും ഇന്ത്യയിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പല തലങ്ങളിൽ പലതരം കോമ്പറ്റീറ്റർ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ ടെക്നോളജിയുടെ മോഡേണൈസേഷൻ,
2 ഈ പറഞ്ഞ കടപ്പുറങ്ങളിലുള്ള നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസത. ഈ 2 സാധനങ്ങളെ കവർ ചെയ്യാൻ കുറെ പൈസ ആയിട്ട് ഒരാളൊന്നും അവർക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കുറെ അറിവുമായിട്ട് വന്നാൽ നടക്കില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് കടപ്പുറങ്ങളിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത്രയും വർഷത്തെ നമ്മുടെ ഒരു ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അത് ഞാനും മാത്യം കൂടെ തൂത്തുക്കുടിയിലൊക്കെ നിങ്ങൾ പോകാറുണ്ട്. തൂത്തുക്കുടിയിലൊക്കെ ചെല്ലുമ്പം അവർ മത്സരം ഞങ്ങളുടെ വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വിളിയാ നമ്മളെ. അത്ര സ്നേഹമാണ്. സ്നേഹമുള്ള ആൾക്കാര് എന്ത് ഭാഗ്യമാണ് അതെല്ലാം അല്ലേ. ശരിക്കും നമ്മളൊക്കെ പണ്ട് നമ്മുടെ വീടുകളിൽ സൈക്കിളിലൊക്കെ ആയിരുന്നു മീൻ കൊണ്ടുവന്നിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ചെറിയ ചെറിയ മീൻ കടകളൊക്കെ ആയി തുടങ്ങി, അല്ലെങ്കിൽ പലതിൻ്റെ കൂടെ മീൻ കടകൾ ചെറുതായിരുന്നു. എന്നാലും അതിൽ നിന്നും വേറിട്ടൊരു ഐഡിയ ആയിരുന്നു നിങ്ങൾ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞൊരു ഹോം ഡെലിവറിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിഷിന് തന്നെ ഒരു മിനി സൂപ്പർ മാർക്കറ്റിന്റെ വലുപ്പത്തിൽ തന്നെ വെറൈറ്റി ഫിഷ് ഇങ്ങനെ നിരത്തി ഇട്ടുകൊണ്ടുള്ള ഒരുപാട് അത്തരത്തിലുള്ള കടകളും ഇന്നിപ്പോൾ ഇത് കാണുന്നുണ്ട്. ഇതിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഇതൊക്കെ വാങ്ങുന്നത് ക്ലയൻസ് ആണല്ലോ, അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം ഫിഷ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്ന് എല്ലാവരും ഫിഷ് ലവേഴ്സിനൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചിലരൊക്കെ എനിക്കറിയാം ഫിഷൊക്കെ മണത്ത് നോക്കിയിട്ട് ചിലർ പറയുന്നവരുണ്ട്, ചിലർക്ക് കണ്ടാൽ അറിയാം, ചിലർക്ക് തൊട്ട് നോക്കുമ്പോൾ അത് ഫ്രഷ് ഫിഷ് ആണോ ഇതൊക്കെ. ഞാൻ ചോദിക്കും ഇതൊക്കെ എങ്ങനെ അത് ഫിഷ് അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഫ്രഷ് ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ ശാട്ടി പിടിക്കുന്ന ആൾക്കാരിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ഹോം ഡെലിവറിയും ഇതൊക്കെ? ഇതിനൊരു ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്നറിയോ? ഞങ്ങൾ സീറ്റ് ഹോം തുടങ്ങിയപ്പോൾ 2000 വന്നിപ്പോൾ ഞങ്ങളുടെ ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമുള്ള പരിപാടിയാണ്. അപ്പോൾ സീറ്റ് ഹോം തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്നാണെന്നറിയോ? ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടും എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. വേണമെങ്കിൽ കുറെ നാൾ കഴിഞ്ഞാൽ സ്ട്രഗിൾ ടു ബിലീവ് എന്ന് പറയില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. 2012 ഞാൻ പലതടുത്ത് ചെയ്യുന്ന എല്ലാ കഥയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കും എന്നാലും പോലെ ഞങ്ങളുടെ കമ്പ്യൂട്ടർ കൂടി മീൻ തന്നെ ചോദിക്കും. അപ്പൊ അങ്ങനെ അതിങ്ങനെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാലേ നമ്മൾ 10 പേരോട് 100 പേരോട് പറയുമ്പോഴാണ് 2 പേര് ചിലപ്പോൾ വാങ്ങി നോക്കും. വാങ്ങിയ പിന്നെ വീണ്ടും വാങ്ങും. അത് ഉറപ്പാണ് എനിക്കറിയാം. അതായിരുന്നു ഞങ്ങളുടെ വിജയം. കാരണം നേരിട്ട് തന്നെ വാങ്ങുമ്പോഴും പാക്ക് ചെയ്യുന്ന സമയത്ത് ചിലർ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ വീട്ടിലേക്ക് അയച്ചു തരുമ്പോൾ ഫ്രഷ് ഫിഷ് കിട്ടും. ആർക്കും ഒരു പ്രാവശ്യം വാങ്ങിയാൽ പിന്നെ വാങ്ങിച്ചോളൂ. അതാണ് ഇപ്പോഴും ഫ്രഷ് ഹോമിന്റെ ഏറ്റവും വലിയ ഇത്. ഇന്ത്യയിലെ എല്ലാ ഓൺലൈൻ സൈറ്റിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ഓർഡേഴ്സ് വരുന്നത് ഞങ്ങളുടെ സൈറ്റിലാണ്. പിന്നെ നമ്മുടെ സീറ്റ് ഹോമിൽ മീൻ കൊടുത്തപ്പോൾ നമ്മുടെ മീൻ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്ത് അറിയാം. ഞങ്ങൾ സീറ്റ് ഹോം തുടങ്ങിയിട്ടേ ഒരു ദിവസം എനിക്ക് തേവര എന്നൊരു ഫോൺ വരിക. അദ്ദേഹം നേവി ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നേവിയിൽ ജോലി ചെയ്ത് റിട്ടയറായി കൊച്ചിയിൽ താമസിക്കും. മലയാളിയാണ്, കൊച്ചി തേവര താമസിക്കും. അപ്പോൾ അദ്ദേഹം എന്നോടൊരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഈ മീനുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ തനിക്കൊരു സല്യൂട്ട് അടിച്ചേനെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ സാർ അങ്ങനെ പറഞ്ഞു? അതേടോ ഞാനിങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞ് ഓൺലൈനിൽ കൂടി മീൻ വിൽക്കുമെന്ന്. അപ്പം ഞാൻ തൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. വന്നില്ലെങ്കിലും പൈസ പോയല്ല. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് കയറി ബുക്ക് ചെയ്തപ്പോൾ തൻ്റെ നമ്പറൊക്കെ വന്നു. എനിക്ക് STH നമ്പർ എന്നൊക്കെ ഒരു നമ്പറൊക്കെ ഉണ്ട്. നമ്പർ വരുന്നു, സംഗതി വരുന്നു, ഇത്ര മണിക്ക് ഡെലിവറി ആണെന്ന് ഡെലിവറി സ്ലോട്ടിൻ്റെ ടൈം വരുന്നു, ഇതെല്ലാം വന്നു. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ച ഏതെങ്കിലും ഒരു പയ്യൻ 50 ദിവസയുടെ കിറ്റിനകത്ത് മീനൊക്കെ ആയിട്ട് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങേറ്റം വന്നില്ല, എനിക്ക് പൈസയും പോയല്ല. അങ്ങനെ ഇരിക്കുമ്പോഴോ തൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് ബൈക്കേൽ ഒരു പയ്യൻ വന്നോളൂ. എന്നിട്ട് അവൻ എൻ്റെ കയ്യിലേക്ക് ഒരു തെർമോക്കോൾ ബോക്സ് എടുത്ത് തന്നെ, എൻ്റെ ബ്രാൻഡൊക്കെ വെച്ചൊരു തെർമോക്കോൾ ബോക്സ് എടുത്ത് തന്നെ. ഞാൻ ഈ തെർമോക്കോൾ ബോക്സ് തുറന്നപ്പോഴേ മീനൊക്കെ നല്ല അടിങ്ങിയിരിക്കുന്നു. അവർ ഓർത്ത് കാണിയല്ലോ ഞങ്ങൾ കായലിൽ നിന്ന് വന്നു കഴിഞ്ഞ് അല്ല കടലിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഇതുപോലെ ഇത്രയും വൃത്തിയായിരിക്കും. അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു. തന്നെ സല്യൂട്ട് അടിച്ചോട് ഉറപ്പായിട്ടും. സാറ് വിളിക്കുമ്പോൾ നമ്മൾക്ക് പേടി എന്തായിരിക്കും വിളിക്കണമെന്ന്. നമ്മളന്ന് കസ്റ്റമർ കെയർ എല്ലാം നമ്മൾ തന്നെയാ. അപ്പൊ ഈ അങ്ങനത്തെ കോളുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ചില നമുക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും. അതായത് എന്തുകൊണ്ടാണ് സീറ്റ് ഹോം അല്ലെ ഓൺലൈൻ മീൻ മാർക്കറ്റ് വിജയിച്ചതെന്ന് ചോദിച്ചാലേ കസ്റ്റമർ ആരും നമ്മുടെ സ്വന്തക്കാരൊന്നുമല്ല. നമ്മളെപ്പോഴും ഒരു ബിസിനസ്, ഞാൻ സ്റ്റാർട്ടപ്പ് പിള്ളേരോട് എപ്പോഴും പറയും, അവിടെ ക്ലാസ് എടുക്കാൻ പിള്ളേരോട് പറയും, നമ്മൾ എന്ത് വേണേലും തുടങ്ങാൻ നമുക്ക്. പക്ഷേ എല്ലാം നമ്മൾ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ സാധനത്തെ ജനങ്ങൾ ഏറ്റെടുക്കുള്ളൂ. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ബിസിനസ് തുടങ്ങിയാൽ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നില്ല. പക്ഷെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ ഈ ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതാണെങ്കിൽ അത് പെട്ടെന്ന് കയറി കത്തും. ഞാൻ സീറ്റ് ഹോം തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വിചാരിച്ചിരുന്നു ഈ ഒരു രൂപ മീൻ മേടിക്കണമെങ്കിൽ വൃത്തികെട്ട മാർക്കറ്റിൽ പോയി അല്ലെ കടപ്പുറത്ത് പോയി എടുക്കാതെ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉത്തരവാദിത്തോടെ കൊണ്ട് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ ജനസമൂഹം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനായിട്ടാണ് സീറ്റ് ഹോം അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് അവർ സീറ്റ് ഹോമിനെ ഏറ്റെടുത്തത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇല്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിസിനസ്സുകളും നോക്കിയോ, വിജയിച്ച ബിസിനസ്സുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്ത ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവർ തരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ IT ആ സൊല്യൂഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആൾക്കാരെല്ലാം അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ്. കാരണം അവന്റെ പ്രോബ്ലം പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അവൻ അതിലേക്ക് വരും. അപ്പൊ അതുകൊണ്ടായിരുന്നു സീറ്റ് ഹോം അന്ന് വലുതായത്. അപ്പൊ ഈ മനുഷ്യന്റെ കോളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇനിയും ഉണ്ട് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് അദ്ദേഹത്തിന് മാത്രം ആഗ്രഹമല്ല, അത് ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ വൃത്തിയോടെ വരണം എന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അത് പ്രത്യേകിച്ചും പറയും, ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയാലും വിളമ്പുന്നവരുടെ ഇതിലാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറയാറില്ലേ. നമ്മളത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു മതിപ്പാണ് നമ്മുടെ ഇതിന് കിട്ടുന്നത്. പിന്നെ ആഹാരത്തിനെ സംബന്ധിച്ച് നല്ല ആഹാരം കൊടുത്താൽ ഏത് വലിയവനായാലും ഏത് ചെറിയവനായാലും ജീവിതത്തിൽ മറക്കില്ല. അതെ, എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഡൽഹിയിൽ നിന്ന് അന്ന് വിസ്താര ഫ്ലൈറ്റ് ഞാൻ പോരുമ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ സാധാരണ ഫ്ലൈറ്റിലോ ട്രെയിനിലോ കയറി പുസ്തകം എടുത്ത് വായിക്കും, അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അന്ന് എന്തോ തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീ എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചാൽ അമ്മ ചേർത്തലയാണ്, അവരുടെ വീട് വൈക്കത്താണ്. അപ്പോൾ എൻ്റെ വീടും വൈക്കവും തമ്മിൽ ഒരു വേമ്പനാട് കാലിൽ അക്കരെ ഇക്കരയാണ് ഞങ്ങളുടെ. ഞാൻ ഇക്കരെ വന്ന എൻ്റെ വീടായി, അപ്പുറം അവരുടെ വീടായി. അപ്പോൾ ഞാൻ പള്ളിപ്പുറത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് 2 പേരുടെ കാര്യം ചോദിച്ചു. കല്യാണി ചേച്ചിയും കമലാക്ഷി ചേച്ചിയും അറിയുമെന്ന് ചോദിച്ചു. എൻ്റെ നാട്ടിൽ എത്രയോ ഫേമസ് ആയ ആൾക്കാരുണ്ട്, എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ട്. അവരെ ഒന്ന് കല്യാണി ചേച്ചിയും കമലാക്ഷി ചേച്ചി ആരാന്നറിയാം? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മീൻ കൊട്ടയിലും ചരുവത്തിലും ചുമന്ന് കൊണ്ടുപോയി വെക്കുന്ന 2 ചേച്ചിമാരാ. അവരൊന്നിച്ച് നടക്കുള്ളൂ. കല്യാണി ചേച്ചിയും കമലാക്ഷി ചേച്ചി അവിടുത്തെ. ആ കല്യാണി ചേച്ചിയും കമലാക്ഷി ചേച്ചി ഇവിടുന്ന് മീനെടുത്ത് എല്ലാ ദിവസവും ബോട്ട് കയറി വൈക്കത്ത് വന്നിട്ട് ഇവരുടെയൊക്കെ നാടുകളിൽ നടന്ന് വിൽക്കുന്നതാണ് അവരുടെ ജോലി. അപ്പോൾ ഈ 36,000 അടി മുകളിൽ ഇരുന്നുകൊണ്ട് ആ ചേച്ചിക്ക് പള്ളിപ്പുറത്ത് വേറെ ആരെയും ഓർമ്മ ഒന്നുമില്ല, ഇല്ലേ? അപ്പം നല്ല ആഹാരം ആർക്ക് നമ്മൾ കൊടുത്താലും കൊടുക്കുന്നവനെ മറക്കില്ല എന്നതിൽ ഒരു സംശയമില്ല. ശരിക്കും അത് എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും. അതൊക്കെ എന്നെ ആ ഓരോ സംഭവങ്ങളാണ് നമ്മൾ ചിലത് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അതേപോലെ ഈ ഒരു യാത്രയിൽ ചേട്ടൻ്റെ തന്നെ തോൽവികളിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ചില മിസ്റ്റേക്സ് പറ്റുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു, ഇങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടിയതും അങ്ങനെ എന്തൊക്കെ ഫെയിലേഴ്സൊക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നിരിക്കുന്നത്? നമ്മുടെ ഒരു പൊതുവെ മലയാളികളുടെ ഒരു പൊതുവെ ഉള്ളൊരു സ്വഭാവ ദൂഷ്യം എന്ന് വേണേൽ പറയാം. ഞാൻ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നില്ല, ഞാനത് നഷ്ടമാണെന്ന് കണ്ടിട്ട് അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി കൊണ്ടല്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ ഒന്നുകിൽ ആ മാർക്കറ്റ് തീരുന്നവരെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകണ്ടേ? ഞാൻ പോയില്ലെന്നേ, അത് മലയാളികളുടെ കുഴപ്പം. നമ്മളത് എത്ര നഷ്ടം വന്നാലും നമ്മളത് കൊണ്ടു നടക്കും. എന്താണെന്നറിയോ? ഞാനത് നിർത്തിയാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് കരുതും, ഞാൻ പൊട്ടിപ്പോയെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ഒരു എന്നാ അതിൻ്റെ ദുരഭിമാനം എന്ന് പറയും. അത്തരം ദുരഭിമാനങ്ങൾ വെച്ചിട്ട് പലതും ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ. അത് ഞാൻ അങ്ങനെ കൊണ്ടു നടന്ന അനുഭവങ്ങളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനത്തെ ഒരു ദുരഭിമാനം നമ്മൾ ഒന്നിലും വെക്കരുത്. അത് നിങ്ങൾ റിലയൻസ് നോക്കി പഠിച്ചാൽ മതി. അവരെത്രയോ പമ്പുകൾ തുടങ്ങി, നഷ്ടമാണ് അപ്പം പൂട്ടുവന്നു. അല്ലാതെ അതിനകത്ത് ഒരു ദുരഭിമാനം വെക്കരുത്. നമ്മുടെ മനസ്സിലുള്ള നമ്മളുടെ തോന്നല, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഉള്ളിലുള്ള തോന്നൽ കോംപ്ലക്സ് ആണ്. നമുക്ക് നമ്മളത് പൂട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരും വീട്ടുകാരും എന്തെങ്കിലും വിചാരിച്ചോട്ടെ, നമ്മളെന്തിനും ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കാൻ പോണത്. അത് അങ്ങനത്തെ കുറേ പാഠങ്ങൾ എനിക്ക് ജീവിതത്തിൽ നേരിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറ്റസിനെയും നമ്മുടെ ദുരഭിമാനത്തെയും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഇതെടുത്ത് തല വയ്ക്കും, ആവശ്യമില്ലാത്ത തലേന്ന് ഇറക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് അത്തരം ദുരഭിമാനങ്ങളൊക്കെ വെടിയണം. എന്ത് ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാൽ എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്, എനിക്ക് വേറെ ആരും വെച്ച് നോക്കാം, എന്നിട്ട് നിവർത്തിയിൽ ആ സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാൽ അപ്പം സാധനം ഇട്ടേക്കണം. ഇങ്ങനത്തെ കുറേ പാഠങ്ങൾ ഞാനീ പറയുന്നതല്ല, ഞാനൊരു MBA കാരനല്ല, ഒരു പെട്ടെന്ന് പ്രാക്ടിക്കൽ ബുദ്ധി ഭയങ്കര കൂടുതലാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതും അത് കുറെ നേരം ആലോചിച്ചില്ലെങ്കിലും അപ്പം എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. അത് എക്സ്പീരിയൻസിൽ നിന്നും ഗെയിൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും വലുത്. ഇത്രയും വർഷത്തെ ഒരു യാത്രകളും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഇത്രയും ആൾക്കാരെ കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് പറയുവേ, ഞങ്ങൾ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നവരല്ല ഇന്റർവ്യൂ ചെയ്യേണ്ടത്, ശരിക്കും നിങ്ങൾ തോറ്റു നിൽക്കുന്നവർ ഇന്റർവ്യൂ ചെയ്യണം. നമ്മൾക്ക് മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തുകൊണ്ടവർ തോറ്റു എന്ന് കേൾക്കുന്നിടത്താണ് നമുക്ക് ആ തെറ്റ് വരുത്തുക. ഞാൻ എൻ്റെ ജോലി ചെയ്ത കാലമായാലും മറ്റുള്ള കാലമായാലും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്ത് ചെയ്യണമെന്നല്ല, എന്ത് ചെയ്യരുതെന്നാണ്.
അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഓരോ ദിവസവും ചെയ്യുമ്പോഴും ചിലതൊക്കെ ഇത് ചെയ്യരുത് അത് പിള്ളേരോട് പറഞ്ഞു കൊടുക്കും, മക്കളോടും പറഞ്ഞു കൊടുക്കും. അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നതിന് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലത്തുനിന്ന് കേൾക്കാം. അതെ, വീഡിയോകൾ കേൾക്കാം, പുസ്തകങ്ങൾ വായിക്കാം, കണ്ടു പഠിക്കാം, അങ്ങനെ. പക്ഷെ എന്ത് ചെയ്യരുത് എന്ന് നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിരിക്കണം. ആ ഓർമ്മപ്പെടുത്തലാണ് എപ്പോഴും നമ്മളെ നല്ലതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്, അല്ലേ? ഉറപ്പായിട്ടും ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം തന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഒരുപാട് പല പല പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മൾ പറയും, ഓ എൻ്റെ അന്നത്തെ ഒരു ഡിസിഷൻ, അന്ന് അത് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എത്ര നന്നായി, അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി മുന്നോട്ടും ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് പോകാനായിട്ട്. ആ ഒരു യാത്രയിൽ ഇനി ഒരിക്കലും ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്യില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും കിട്ടുന്നൊരു പാഠങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ചേട്ടൻ ചെയ്യില്ല. ഈ എക്സ്പോർട്ട് ഞാൻ നിർത്തേണ്ടതായിരുന്നു. 2 വർഷം മുമ്പ് ഞാൻ എക്സ്പോർട്ട് നിർത്തേണ്ടതായിരുന്നു. എക്സ്പോർട്ട് ഞാൻ നിർത്തില്ല. ഞാൻ 2.5-3 വർഷം എക്സ്പോർട്ട് കൊണ്ടുവന്നിട്ടാണ് ആ 10 വർഷത്തിൻ്റെ എല്ലാ സാധനവും എനിക്ക് വിൽക്കേണ്ടി വന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ എല്ലാം ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് അത് ഞാൻ 2 വർഷം മുമ്പേ നിർത്തേണ്ടതായിരുന്നു. അത് എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. ലോകത്തുണ്ടായൊരു സാമ്പത്തിക പ്രതിസന്ധി എനിക്കും മാനേജ് ചെയ്തോ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പം ഞങ്ങൾ അന്നേരം നിർത്തണം. ആ സമയത്ത് ഒത്തിരി പേര് മാത്യുവിനെ ജോലിക്കും വിളിച്ചതാ. ഇങ്ങനെ ജോലി പെട്ടെന്ന് ജോലി കിട്ടുമായിരുന്നു അന്നൊക്കെ. പക്ഷെ ആ ജോലിക്കൊന്നും പോകാതെ നിന്ന് നമുക്ക് ഇത് തന്നെ നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ഈ പൊട്ടിക്കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവളോട് പറയുവാണ്, ഇനി രക്ഷയില്ല, ഇനി വീടും പറമ്പ് മാത്രമേ വിൽക്കാനുള്ളൂ, അപ്പം ഇനി രക്ഷയില്ല, ഇനി നമുക്ക് വല്ല ജോലിക്കും പഴയ പോലെ പോകേണ്ടി വരുമായിരിക്കും എന്ന് ഞാൻ ഇവളോട് പറയുമ്പോഴാണ് ഇവൾ പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് ഈ മാർക്കറ്റ് വിറ്റുകൂടെന്നുള്ളൊരു ചോദ്യം ചോദിക്കും. കമ്പനികളിലൊക്കെ ജോലിക്ക് പോകുന്നതിനെക്കാട്ടും നല്ലതല്ലേ നമുക്ക് സ്വന്തമായിട്ട് മീൻകാരനായാൽ പോരെ, നാട്ടിലെ മീൻകാരനായാൽ പോരെ, നല്ലൊരു മീൻകാരനാകാൻ പറഞ്ഞു. ജോലി എന്തായാലും ജോലി ചെയ്യാൻ പോയല്ലെന്ന് നമ്മൾ പണ്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരു അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു ഇവളോട്, നമ്മൾ വല്ല ജോലിക്കും പോകേണ്ടി വരുമായിരിക്കും, ഒരു നിവൃത്തിയില്ലാതെ പറഞ്ഞു. അപ്പോഴാണ് ഇവൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചോദിച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. ചില ആൾക്കാർ ഭാര്യമാര് പറയുമ്പോൾ അതിനൊന്നും വില കൊടുക്കില്ല. ഓ അവൾ എന്തെങ്കിലും പറഞ്ഞു പോകുന്നല്ല, എത്ര വലിയ കാര്യം പറഞ്ഞാലും ചിലപ്പോൾ അത് ചെവിയിലേക്ക് കേൾക്കു പോലും ഇല്ല. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ബിഹൈൻഡ് ദ സക്സസിൽ കാണുന്ന ഈ മാത്യു ജോസഫ് എന്ന് പറഞ്ഞ സാറിന്റെ വിജയത്തിന്റെ പിന്നിൽ അന്ന് ആ ചെവി കൊടുത്തത് കൊണ്ടാണ്, അല്ലേ? അന്ന് അതുകൊണ്ട് നമുക്ക് വേറിട്ടൊരു ഐഡിയ നമുക്കെല്ലാവർക്കും. ചിലർ സമൂഹത്തിൽ പറയുന്ന കുറച്ച് പേര് പറയും, ഓ ഈ ഹോം ഡെലിവറി ഒക്കെ വന്നതിന് ശേഷം ആൾക്കാരെ മടിയന്മാരാക്കിയെന്ന്. മറു സൈഡിലുള്ളവർ പറയും, എന്തൊരു സമയമില്ലാതെ തിരക്കിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും വീട്ടിലേക്ക് സാധനം, അതും നല്ല സാധനം കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എന്തൊരാശ്വാസം എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. സോ അവിടെയാണ് നിങ്ങളുടെ ആ ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തിയത്, അല്ലേ? പക്ഷെ ചോദിച്ചാൽ എല്ലാവരും തന്നെ ഇങ്ങനെ സൗമ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കേട്ടു, അതിനെ കുറിച്ച് പഠിച്ചു. ഒരു കുഴപ്പമുള്ള എനിക്ക് ഇച്ചിരി ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ അത് ചെയ്യണം, പിന്നെ പഠിക്കും അതിനെ കുറിച്ച്. ചിലതൊക്കെ അങ്ങനെ പഠിച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അബദ്ധങ്ങളായിരുന്നു പിന്നീട് തോന്നിയിട്ടുണ്ട്. അത് നല്ലതായിരുന്നത്, പക്ഷെ എൻ്റെ പഠനത്തിന്റെ തെറ്റുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവളിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ മീൻ കച്ചവടമൊക്കെ പഠിച്ചപ്പോൾ കണ്ണ് തള്ളിപ്പോയി. നമ്മൾ തന്നെ നമ്മളെ ഫീൽഡിലുള്ള ആളാണ്, നമ്മളിതുവരെ പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നാട്ടി മീമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു വേണം, അല്ലെ പെണ്ണ് പോലും കിട്ടിയല്ലോ. അന്നത്തെ കാലത്ത് ഇവളെ പോലും കിട്ടിയല്ലോ, മനസ്സിലായി. അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് പ്രശ്നമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പം MBA-കാരും ഒക്കെ മീൻ വിൽക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഞങ്ങളൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ, ഞങ്ങളുടെ നാട്ടിൽ ഇന്ത്യയിലെ മീൻ വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് ഇവളുടെ വീട്ടിൽ പോലും കിട്ടിയത്, പെണ്ണ് കാണാൻ പോലും അവർ വിളിക്കുകയല്ലോ. മീൻസ് അതായിരുന്നു അന്നത്തെ സ്റ്റാറ്റസ്, മീൻ കച്ചവടം എന്ന് പറയുന്നത്. ആ ഒരു സാധനത്തിൽ നിന്ന് ഇപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ടു ഹോം, സീറ്റ് ടു ഹോം എന്ത് ഈ സമൂഹത്തിന് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവൾ പറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങിയാൽ MBA-കാരും BBA-കാരും മീമിക്കുന്നുണ്ട്. വനിതയുടെ CEO ഒരു പ്രാവശ്യം കോട്ടയം കുമളറോട്ടി പോയപ്പോൾ 2 ആൾക്കാർ മീൻ കച്ചവടക്കാർ പിള്ളേരൊക്കെ ഉണ്ട്. അദ്ദേഹം അവരോട് പോയി സംസാരിച്ച്, നിങ്ങൾ എന്തിനാണ് ഈ മീൻ, അവർ സംസാരിച്ച് നിങ്ങളിലെത്തി മാത്യു എന്നാണ് എന്നോട് പറഞ്ഞത്. മീൻസ് അതാണ് ഞാൻ എന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിന് ഒരു മാറ്റം വരുത്തി. അതായത് ആർക്കും വേണ്ടാതിരുന്ന, ഒരു ഗ്ലാമറും ഇല്ലാതിരുന്ന മീൻ കച്ചവടം എന്ന് പറയുന്ന എല്ലാവരാലും തഴയപ്പെട്ടിരുന്ന സാധനത്തിനകത്തും ഇതുപോലെ പ്രതീക്ഷകളുണ്ട് എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ മീൻ കച്ചവടത്തിൽ പോലും പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള ഐഡിയക്ക് ഇതിലും വലിയ പ്രതീക്ഷകൾ ഉണ്ടല്ലോ എന്നൊരു തോട്ട് പ്രോസസ്സിനുണ്ടാക്കിയ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് മീനാണോ കപ്പയാണോ എന്നതൊന്നും ഇറച്ചിയാണോ എന്നതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊരു തോട്ട് പ്രോസസ്സിന് ഉണ്ടാക്കിയൊരു മാറ്റമുണ്ട് നമ്മുടെ യുവത്വത്തിനിടയിൽ. അതാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളായിട്ട് തുടങ്ങിയൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തൊരു സാമൂഹിക മാറ്റമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞങ്ങളുടെ സന്തോഷം.
ചില ആൾക്കാർ മീൻ കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ അതിനെ മോശപ്പെടുത്തി അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്ത് കാണുന്നുണ്ട്. ഓ, അവനെന്താ ഇത്ര വലിയ കാര്യം പറയുന്നത്, അവൻ മീൻ കച്ചവടം അല്ലേ, അവൻ എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ പണി എന്നിങ്ങനെ പറയുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഇന്നിപ്പോൾ ഫ്രഷ് ടു ഹോം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ പറയുന്നില്ലെങ്കിലും തുടങ്ങിയ ഒരു സമയത്ത് ഇതാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഫാമിലിയിലുള്ളവരോ ചിലപ്പോൾ കുശുമ്പുള്ളവരൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു എൻ്റെ മീൻ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലത്തെ ഒരു അനുഭവമോ? ഡീഗ്രേഡ് എന്നല്ല, അങ്ങനെ തമാശ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ മോൻ തൈക്കാടിശ്ശേരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് എൽ കെ ജി പഠിക്കുക. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാം ജോണി സാഗരികയില്ലേ പണ്ടത്തെ സിനിമയിൽ, ആ ജോണിച്ചേട്ടൻ്റെ പെങ്ങള അല്ല ജോണിച്ചേട്ടൻ്റെ പെങ്ങള. ആ സിസ്റ്റർ അവിടെ ഉണ്ട്. സിസ്റ്ററാണ് അന്ന് അവിടുത്തെ ചീഫ്. അപ്പോൾ ഈ കുട്ടികളോട് എല്ലാവരോടും സിസ്റ്റർമാർ ചോദിക്കുമല്ലോ, നിങ്ങളുടെ അപ്പൻ എന്ത് ചെയ്യുന്നു ഫാദർ. അപ്പോൾ എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ എൻ്റെ മോനാണ് എന്നെ ആദ്യമായിട്ട് മീൻ കച്ചവടക്കാരനാക്കിയത്. മോൻ പറഞ്ഞു എൻ്റെ ആദ്യം മീൻ കച്ചവടം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അവർ മനസ്സിലായി ഇവൻ്റെ ഫാദറിന് മീൻ കച്ചവടമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവരുടെ സ്കൂൾ വാർഷികം എന്ന് നടക്കുക പരിപാടി. അപ്പം ഞാനും ഇവളും കൂടി ഒരു കാറിൽ ചെന്ന് ഇറങ്ങുക. അപ്പോൾ സിസ്റ്റർ ഇത് ഇങ്ങനെ തടിക്കുക എടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്താ സിസ്റ്റർ? അല്ലടാ നിന്റെ മകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മീൻ കച്ചവടം. ഞാനൊരു MIT അവൻ്റെ ആളെ നോക്കി ഇരിക്കുവായിരുന്നു. അവൻ എപ്പോഴും പറയും. അപ്പൊ ഞങ്ങളൊരു MIT വരുമെന്ന് ഓർത്ത് ഇരിക്കുക, നീ അപ്പൊ കാറെ വന്നോണ്ട് ഇങ്ങനെ നോക്കിയാന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്, അവന് കോഴി ബിസിനസ്സാണ്. അപ്പൊ ഞങ്ങളൊക്കെ കളിയാക്കി കോഴി 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 പ്രത്യേകിച്ച് ആണുങ്ങളെ കോഴി എന്ന് വിളിക്കുമ്പോൾ അറിയാമല്ലോ. പക്ഷെ അവനെല്ലാവരും അങ്ങനെ വിളിക്കുമ്പോൾ അവന് ഭയങ്കര അഭിമാനം. അവൻ പറയണത് നിങ്ങൾ എന്നെ കോഴി തന്നെ വിളിക്കും, കാരണം അവൻ ഇന്ന് ഒരുപാട് നേടിയെടുത്തിട്ടുണ്ട്. അവനും ഈ പറയണ പോലെ വലിയൊരു ഇതില്ല. ഞാൻ ഈ നേടിയെടുത്തതെല്ലാം സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെല്ലാം കോഴി ബിസിനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോഴി എന്ന് വിളിക്കുമ്പോൾ എനിക്കത് മറ്റേ അർത്ഥത്തിൽ തോന്നില്ല. എനിക്കത് സന്തോഷമാണ്, അഭിമാനമാണെന്ന്. അതുപോലെ തന്നെ അല്ലേ? ഞാൻ എല്ലായിടത്തും പറയും, ഞാൻ ആരാന്ന് ചോദിച്ചാൽ നമ്മള് മീൻ കച്ചവടം എന്താ കുഴപ്പം? നമ്മൾ പഴയ കാലത്ത് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ചൊരു സ്റ്റാറ്റസ് ആണ് നമ്മൾക്ക് അത് പറയാനൊരു മടി ഉണ്ടാക്കുന്നത് അല്ലേ? എന്നോട് കഴിഞ്ഞിടയ്ക്ക് എവിടെയാ, ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എവിടെ ഇരിക്കുമ്പോൾ 2 പിള്ളേർ വന്നു. ആ 2 പിള്ളേരിൽ ഒരാൾ പറയണേ, സാറേ ഇവനൊരു കഥ പറയാണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം, സാറേ എൻ്റെ അച്ഛൻ ഈ MITയിൽ മീൻ വിൽക്കുന്ന ആളാ. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ അപ്പന് മീൻ കച്ചവടം ഒന്നും പറയേയില്ലായിരുന്നു, നാണക്കേടല്ലേ. സാറിന്റെ വീഡിയോ കേട്ട് ഞാൻ പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി എൻ്റെ അപ്പൻ മീൻ കച്ചവടം. അപ്പൊ ഈ മറ്റേ കൂട്ടുകാരൻ ഇവൻ ഇപ്പൊ എല്ലാവരും പറയും എൻ്റെ അച്ഛൻ മീൻ കച്ചവടം, എൻ്റെ അച്ഛൻ മീൻ കച്ചവടം എന്ന് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ തുടങ്ങി. സാറിന്റെ വീഡിയോ ഉണ്ടാന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ച് ഒക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെയാണ് അല്ലേ? എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയും അന്തസ്സും എല്ലാം ഉണ്ട് അല്ലേ? സാർ, ഇന്നിപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ +2 കഴിയാൻ തന്നെ കാത്തിരിക്കുകയാണ് ചില കുട്ടികൾ. ചിലർ അതിനു മുമ്പേ തന്നെ എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ ബിസിനസ്സിലേക്ക് എങ്ങനെയെങ്കിലും കാശുകാരനാവണം. സാറിൻ്റെ കുഞ്ഞിലത്തെ ആ ഒരു മനസ്സിലേക്ക് ബിസിനസ്സുകാരനാവണം എന്ന് കയറിയെന്നല്ലേ. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര എമൗണ്ട്, ലക്ഷങ്ങളും കോടികളാണ് വളരെ ഏർലി ഏജിൽ തന്നെ അവർ ഉണ്ടാക്കുന്നത്. കുറേ പേർക്ക് പൈസ പോയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഇത്തരത്തിൽ യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇന്നിപ്പം സ്റ്റാർട്ടപ്സിലേക്കും ബിസിനസ്സിനകത്തേക്കൊക്കെ ഇറങ്ങുന്നവർക്ക് സാർ ഒരുപാട് ടോക്സും ഒക്കെ കൊടുക്കുന്നല്ലേ? സ്വന്തം ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെ മെസ്സേജസ് ആണ് സാറിന് നമുക്ക് ആ ഒരു യൂത്തിന് കൊടുക്കാനുള്ളത്? നമ്മുടെ യൂത്തിനെ കുറിച്ച് അറിയോ? എനിക്ക് IQയിൽ 50 മാർക്കുണ്ടെങ്കിൽ നമ്മുടെ യൂത്തിന് 95 മാർക്കുണ്ട്. ഞാനും നിങ്ങളും കരുതുന്നിടത്തല്ല നമ്മുടെ യൂത്ത് നിൽക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് നമുക്ക് സമൂഹത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വിസ എടുത്തു പോകുന്നത്. അവരിൽ കഴിവില്ലാഞ്ഞിട്ടല്ല. ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്കൻ US അല്ല യൂറോപ്പിലൊക്കെയുള്ള വലിയ വലിയ കമ്പനികളിൽ പോയി ഇവിടെ വിൽക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആപ്പിളുണ്ട്. ഇന്ന് തുടങ്ങി നിങ്ങൾ കാണുന്ന ലോകത്തിലെ വലിയ ബ്രാൻഡുകൾ എടുത്തു നോക്കിക്കോ, അതിൻ്റെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരിൽ 10 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കും, അതിൽ 2 പേരെങ്കിലും മലയാളികളായിരിക്കും. അതായത് നമ്മുടെ കുട്ടികളുടെ അത്രയും കഴിവും സാമാന്യ ബോധവും അതൊക്കെയുള്ള സമൂഹം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അവരെ ഉപയോഗിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ അവരെ കുറ്റമിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ നമ്മുടെ നാടിൻ്റെ നിറം മാറുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അതിനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് പണ്ട് മുതലേ ഉള്ള ഒരു രാഷ്ട്രീയ ചിന്ത കൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ബിസിനസ് എന്ന് പറയുന്നത് എന്തോ ആരൊക്കെയോ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു വർഗം എന്ന രീതിയിലുള്ളൊരു സാധനം. ഇപ്പം അതിന് ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചിന്ത മാറിയെങ്കിലും ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ പല മേഖലകളിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുത്താൽ ഈ നാടിൻ്റെ നിറം മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആകെ പറയാനുള്ളത് യുവാക്കളോടല്ല യുവതികളോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ പാഷനായിരിക്കും.
ആരെങ്കിലും ഒരാൾ ചെയ്ത് ജയിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോകരുത്, അല്ല ഒരാൾ കാണിക്കുന്നുണ്ട് നമ്മൾ പോകരുത്. അങ്ങനെ പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഏത് ബിസിനസ്സും നമ്മൾ കൊണ്ടു നടക്കുന്നത് അങ്ങേയറ്റം കഷ്ടപ്പാടായിരിക്കും ആദ്യത്തെ 2-3 വർഷം. അപ്പം നമ്മുടെ പാഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ കഷ്ടപ്പാടൊക്കെ കവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി പോകും. അതുകൊണ്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിൻ്റെ പിന്നാലെ പോകും. അത് എന്തോ ആയിക്കോട്ടെ പാഷൻ. ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ പാഷൻ എന്താണോ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് അതിനെ ബിസിനസ് ആക്കാനും സാമ്പത്തികമാക്കാനുമുള്ള എല്ലാ സാധ്യത ഉണ്ടെന്നേ. നിങ്ങൾ ഫുട്ബോൾ കളിക്കാനാണോ, കബഡി കളിക്കാനാണോ, ഡാൻസ് കളിക്കാനാണോ, പടം വരയ്ക്കാനാണോ, പ്രസംഗിക്കാനാണോ, ഒന്നും വേണ്ട, മോട്ടിവേഷൻ എടുക്കാനാണോ, എല്ലാത്തിനും ചാൻസ് ആണ് ഈ ലോകത്ത്. പണ്ട് അങ്ങനെയുണ്ട്. പണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നത് തന്നെ എന്താ, നമ്മുടെ സാറന്മാർ നിങ്ങൾ പഠിച്ചെവിടെയും ജോലി മേടിക്കണമെന്ന് പറഞ്ഞല്ലേ. പഠിച്ച് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ ഒരു അധ്യാപകനും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും നമ്മുടെ അധ്യാപകരുടെ 90% ഇപ്പോഴും പഴയ ലെവലിലായിരിക്കണം. നല്ലോണം മാർക്ക് പഠിച്ചല്ല, ജോലിയും മേടിച്ചു നോക്കാം, ഇതാണ് പറയണത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ജോലിയല്ല, ജോലി കൊടുക്കുന്നവരാക്കി മാറ്റാൻ നമ്മുടെ സംഭവം, അത് നമ്മുടെ കുഴപ്പമല്ലേ, പിള്ളേരുടെ കുഴപ്പമല്ലല്ലോ. അവരെ നമ്മളങ്ങനെ മാറ്റുന്നില്ല. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളുടെ പാഷനെ പിന്തുടരണം. ആ പാഷനകത്തേക്ക് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ടെക്നോളജി നിങ്ങൾ അതിനകത്ത് കൊണ്ടുവരണം. ഈ 2 സാധനവും സമന്വയിപ്പിച്ച് പോയാൽ എവിടെയെങ്കിലൊക്കെ എത്തുന്നത് ഒരു സംശയമില്ല. അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അവരെ വിട്ടുകൊടുക്കണം. ഞാൻ ഇന്ന് ഈ വയലാർ രാമവർമ്മ മരിച്ചതിൻ്റെ 50ാം വാർഷികമല്ലേ. വയലാർ രാമവർമ്മ ചേർത്തല ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേ രാമൻപിള്ള എന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നും ഈ കോവിലകത്തുനിന്ന് തന്നെ ചെറുക്കനെ നോക്കിയപ്പോൾ, നീ എന്തിനാടാ ഈ പാഴ് പിടിച്ചിവിടെ വന്നത്? സയൻസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ അയലോക്കത്തില്ല, കണക്ക് നിനക്ക് അറിയാനേ പാടില്ല, സോഷ്യൽ സ്റ്റഡീസ് എന്നാന്ന് പോലും അറിയാൻ പറ്റില്ല, ആകെ മലയാളത്തിനോട് തട്ടിമുട്ടി, വെറുതെ ജീവിതം പാഴാക്കല്ലേ എന്ന അധ്യാപകൻ എപ്പോഴും വയലാർ രാമവർമ്മയോട് പറയുമായിരുന്നു. നാളെ കുറെ കടന്നു പോയപ്പോഴേ ആ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന തലമുറകളും മലയാളം എന്ന അക്ഷരം അറിയാവുന്ന എല്ലാ തലമുറകളും അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ആരാണ് അവിടെ വിജയിച്ചതാരാണ്? ഞാൻ വയലാറിന് ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങൾ വളരെ അഭിമാനത്തോടെ പറയുന്നതാണ്. അവരുടെ വീടുമായിട്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത അഭേദ്യം ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ മനുഷ്യനെ കുറിച്ച് അതാണ് നമ്മുടെ ചിന്താഗതികളെ മാറ്റേണ്ട കാലമാണ്. അധ്യാപകരായാലും അല്ല, ഞാൻ എപ്പോഴും പറയും, ഇന്നാളെ ഞാനൊരു കോളേജിൽ പോയി, ഞാനവിടെ ചെന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ MBAയുടെ സിലബസ് മാറിയിട്ട് 8 വർഷമായി. 8 വർഷം മുമ്പുള്ളൊരു സിലബസ് പഠിച്ചിട്ട് ആ MBA വിദ്യാർത്ഥി പുറത്തിറങ്ങി എന്ത് ചെയ്യാനാണ്? ഇന്ന് ദിവസം ഓരോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുമല്ലേ. അതനുസരിച്ച് മാറ്റി കൊടുക്കണ്ടേ. അവൻ 8 വർഷം പഠിച്ച സാധനം പുറത്തിറങ്ങിയിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ കുട്ടികളെ കുറ്റം ഒരു കാര്യമുണ്ടോ? മാറ്റി കൊടുക്കേണ്ട നമ്മളല്ലേ, നമ്മൾ ചെയ്യേണ്ടതല്ലേ. അത് ചെയ്യാതെ നമ്മൾ അവരെ കുറ്റം വരുന്ന എന്ത് കാര്യം? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് യുവത്വത്തോട് പറയണം, നിങ്ങളുടെ പാഷനും ഇന്ന് ലോകത്ത് അവരുടെ ടെക്നോളജിയും രണ്ടും കൂടി നിങ്ങൾ കൊണ്ടുപോക്കോ, എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നതിൽ ഒരു സംശയമില്ല. സാർ ഇത് തുടങ്ങിയപ്പോൾ 2012 തുടങ്ങിയ സമയത്ത് മാത്യു ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ കുറിച്ചും കൂടെ പറയണ്ടേ? അദ്ദേഹം നിങ്ങളുടെ ഒരുമിച്ചുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഉണ്ടായ ഒന്നാണ് ഈ ഫ്രഷ് ടു ഹോം അല്ലേ? പറയാം. അദ്ദേഹം അതാണ് ഇപ്പം ഈ ഫ്രഷ് ടു ഹോമിൻ്റെ മുഴുപ്പൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയും, ഈ ഫ്രഷ് ടു ഹോമിൻ്റെ കാണുന്ന മുഴുപ്പ് എൻ്റെ മുഴുപ്പല്ല, അല്ലെങ്കിൽ ഞാൻ ഇവളും കൂടി ഞങ്ങൾ സ്വീറ്റ് ഹോം തുടങ്ങിയെന്നാലും അതുകൊണ്ട് മുഴുപ്പല്ല. ഇതിൻ്റെ ഫ്രഷ് ടു ഹോമിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ആ ടീം വർക്കിൻ്റെയാണ്. ഇപ്പോൾ പറഞ്ഞ പാർട്ണറെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം പറയാത്തത്. ഈ ടീം വർക്കിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഫ്രഷ് ഹോം ഉണ്ടായിട്ടുള്ളത്. അതും ഈ ഇന്നത്തെ യുവത്വം പഠിച്ചിരിക്കേണ്ട സാധനം. നമ്മൾ എന്ത് തുടങ്ങണമെങ്കിലും പണ്ട് നമുക്ക് അങ്ങേറ്റം തുടങ്ങാവുന്ന 1-2 കട തുടങ്ങായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് 1000 കടകൾ തുടങ്ങാം. അതിനുള്ള എല്ലാ സാഹചര്യമുണ്ട്. പണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലോ നിങ്ങളുടെ താലൂക്കിലോ 2 കട തുടങ്ങായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയും കട തുടങ്ങാം. അതിനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾ ഒറ്റയാൻ പട്ടണം നടത്തരുത്. നിങ്ങളൊരു ടീം ഉണ്ടാക്കണം. ഒരു ടീമുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. ടീം ഇല്ലെങ്കിൽ ഇനിയുള്ള ലോകത്ത് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തു പോകാൻ പറ്റും. ഒരു ബ്രാൻഡ് ഉണ്ടാക്കാനും അല്ല അങ്ങനത്തെ ഒരു സാധനത്തിനും നിങ്ങൾ ടീം ഉണ്ടാക്കണം. ആ ടീമിനെ നിങ്ങൾ വാർത്തെടുക്കണം. എൻ്റെ പാർട്ണറെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ 2012 സ്വീറ്റ് ഹോം തുടങ്ങി. 2014 സ്വീറ്റ് ഹോം പൊട്ടിയത് ബിസിനസ് അല്ല പൊട്ടിയത്, ആൾക്കാർ കൂടുതൽ ഇടച്ചു കയറിയിട്ട് ഞങ്ങളുടെ സൈറ്റ് ക്രാഷായിപ്പോയി. അതായത് ടെക്നോളജിയിലുള്ള എൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ് ഉണ്ടായത്. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓർത്തു നമുക്ക് ടെക്നോളജി അറിയാവുന്ന ഒരാളെ പാർട്ണറായിട്ട് കൂട്ടിയിട്ട് ഇത് രണ്ടാമത് റീലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇപ്പോഴത്തെ പാർട്ണർ എന്ന് നിങ്ങൾ പറയുന്ന ഷാൻ കടവിൽ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഷാൻ കടവിൽ എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം മലയാളിയാണ്, എടപ്പാൾ സ്വദേശിയാണ്, കുടുംബമായി അദ്ദേഹം താമസിക്കുന്ന ബാംഗ്ലൂരാണ്.
അന്ന് ഗൂഗിളൊക്കെ ഉണ്ട്. ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ അദ്ദേഹം Zynga.com എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിം കമ്പനിയുടെ ഇന്ത്യയിലെ CEO ആണ്. 7 വർഷം അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ എങ്ങനെ പരിചയമെന്നാൽ എനിക്ക് ആദ്യത്തെ, പിന്നെ ഞാൻ ഡാറ്റകൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഷാൻ്റെ ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള കോഫൗണ്ടേഴ്സ് എല്ലാവരും സീറ്റ് ഹോമിൻ്റെ റെഗുലർ കസ്റ്റമേഴ്സ്. മനസ്സിലായി, അല്ലാതെ ഒരു പരിചയവും ഞങ്ങൾ തമ്മിലില്ല. അല്ല, ഷാൻ വിളിച്ച് ചോദിക്കുന്നതും ഇതാണ്, എന്താണ് മീൻ തരാത്തത്? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല മീൻ കൊടുത്തോണ്ടിരുന്ന നിങ്ങളുടെ സീറ്റ് ഹോമിൽ നിന്നായിരുന്നു, എന്തുകൊണ്ട് മീൻ തരുന്നില്ല എന്ന് മാത്യുവിനോട് വിളിച്ച് ചോദിക്കുവാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് അടഞ്ഞു പോയി. അല്ലാതെ നമുക്ക് ഷാനുമായിട്ട് ഒരു പരിചയമില്ല, ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല, ഒരു നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഈ വിളിക്കുമ്പോൾ പോലും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല. എൻ്റെ കസ്റ്റമർ ആയിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഷാൻ കസ്റ്റമർ ആണെന്ന കാര്യം എനിക്ക് അറിയില്ലാത്ത എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ ഡാറ്റകളെ പഠിക്കാതിരുന്നത് കൊണ്ട് അല്ലേ. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് ഫ്രഷ് ടു ഹോമിൽ സച്ചിൻ ടെണ്ടുൽക്കറും പ്രീതി സിൻഡ്രയും രൺവീർ സിംഗൊക്കെ ഞങ്ങളുടെ കസ്റ്റമറാണ്. അത് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ ഡാറ്റ വെച്ച് പഠിപ്പിക്കുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് ഡാറ്റ സെൻറ്റർ നോക്കുന്നവരുണ്ട് ഞങ്ങളുടെ കൂടെ. അന്ന് സെൻറ്ററൊന്നും വേണ്ട, എനിക്ക് തന്നെ പഠിക്കായിരുന്നു. പക്ഷേ എൻ്റെ ടെക്നോളജിയുള്ള അറിവില്ലായ്മ, എനിക്ക് അതിനോടുള്ള താല്പര്യം ഭയങ്കര ആയതുകൊണ്ടാണ് ഈ ടെക്നോളജി ഇതിനകത്തോണ്ട് കയറ്റിയത്. ഇപ്പോഴും വല്ല സിനിമയിൽ കടലിനടിയിൽ അഭയരഹസ്യമുള്ള സിനിമ വരുമ്പോൾ എൻ്റെ മോൻ പറയും, ചാച്ചനെ പറ്റിയൊരു സിനിമ വന്നിട്ടുണ്ടെന്ന് പറയും. നമുക്ക് ആ ടെക്നോളജികൾ നമുക്കുള്ളൊരു ഇഷ്ടം അവനറിയാവുന്നതുകൊണ്ട് അത്ര ഇഷ്ടം കൊണ്ടാണ് ഇതുകൊണ്ട് കയറ്റിയത്. പക്ഷേ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. അങ്ങനെയാണ് ഷാൻ എന്നെ വിളിക്കുന്നു, പിന്നെ ഞാനും ഷാനും കൂടി സംസാരിക്കുന്നു. അങ്ങനെ ഷാൻ്റെ ടീമൊക്കെ ആയിട്ട് കാണുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 2012 തുടങ്ങിയതിന് 2015 സീറ്റ് ഹോം ആയിരുന്നപ്പോൾ മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രഷ് ഹോം ആക്കിയപ്പോൾ ഞങ്ങൾ മീനിൻ്റെ കൂടെ ചിക്കനും മട്ടനൊക്കെ ചേർത്ത്. അങ്ങനെ ആ സീ അവിടെ നിന്ന് എടുത്ത് മാറ്റി അവിടെ ഫ്രഷ് എടുത്ത് വെച്ചു. അങ്ങനെയാണ് ഫ്രഷ് ടു ഹോം. ഫ്രഷ് ടു ഹോമിൻ്റെ കഥകളുടെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾ ഫ്രഷ് ടു ഹോം ടീമിനാണ് കൊടുക്കുന്നത്. മൊത്തം ടീമിൽ ഇപ്പം എത്ര പേരുണ്ട്? ഇന്ത്യയിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നത് 17,000 പേരുണ്ട്. പിന്നെ ദുബായിൽ ഇന്ത്യയിൽ നമുക്ക് 13 ഫാക്ടറി ഉണ്ട്, ദുബായിൽ 3 ഫാക്ടറി ഉണ്ട്. പിന്നെ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഒമാൻ, ശ്രീലങ്ക, ഇവിടെയൊക്കെ നമുക്ക് പ്രൊക്യൂർമെൻറ്റ് സെൻ്ററുകളുണ്ട്. ഇനി പയ്യെ അങ്ങോട്ടും മറ്റു രാജ്യങ്ങളിലേക്കും അല്ലേ ഫാക്ടറീസ് നോക്കണം. പക്ഷേ ബിസിനസ് അല്ലേ. ഇപ്പം നിങ്ങൾ പറയുന്നത്, ഇപ്പം നമ്മൾ ബൈജൂസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബിസിനസ് ആകുമ്പോൾ ചില ബിസിനസ് ഒന്നും നമ്മുടെ ഇപ്പം എൻ്റെ അറ്റ്ലെയർ എക്സ്പോർട്സ്, എൻ്റെ ഫ്രഷ് എക്സ്പോർട്ടിൻ്റെ പേര് അറ്റ്ലെയർ എക്സ്പോർട്സ് പൊട്ടിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, കമ്പനിയുടെ കുഴപ്പം കൊണ്ടല്ല, ലോകത്തുണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, അല്ല എൻ്റെ സാധനം വാങ്ങുന്നവരുടെ കുഴപ്പം കൊണ്ടുമല്ല. എന്ന് പറഞ്ഞ മാതിരി ഏത് ബിസിനസ്സിനും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത പല കാര്യങ്ങളുണ്ടാവും. മലയാളികളാണെങ്കിൽ പൊട്ടിപ്പോയി എടുക്കും. ബൈജൂസ് പൊട്ടി, പിന്നെ ബൈജൂസിന് തെറിയോട് തെറിയാണ് അല്ലേ. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ എത്രയോ പേരുടെ ട്യൂഷൻ സെൻറ്റർ നടത്തി, അവൻ 5 വർഷം അല്ലെ 10 വർഷം ആണായിട്ട് ജീവിച്ചില്ലേ. അവനെ കണ്ടോണ്ട് എത്രയോ ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ ഇന്ത്യയിലുണ്ടായി, എത്രയോ സാധനം. അതെ, അതായിരുന്നല്ലോ എല്ലാവർക്കും ഒരു. ഞാനൊക്കെ അവനെ സല്യൂട്ട് ചെയ്യണം. അവനെ പരാജയപ്പെടുമ്പോൾ അതൊക്കെ എല്ലാം ബിസിനസ്സിലുള്ളതാണ്. ബിസിനസ് താഴ്ച ഉയർച്ചയൊക്കെ ഉണ്ടാവും, രണ്ടും ഫേസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഈ പണിക്കിറങ്ങരുത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരാളെ തകർന്നു എന്ന് വെച്ചാൽ, അല്ല തോറ്റു എന്ന് വെച്ചാൽ അവനെ എഴുതി തള്ളുകയോ അവനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിനോട് എനിക്ക് അതിനോട് ഇതില്ല, താല്പര്യമില്ല. ബിസിനസ് ആണെങ്കിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാവും. ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴാണ് ഇതുപോലത്തെ സാധനങ്ങൾ കൂടുതൽ. അല്ല, അതന്നെ നമ്മൾ സീറ്റ് കൊണ്ട് തുടങ്ങുമ്പോഴാണെങ്കിലും നമുക്കറിയാൻ മേല, നമ്മള് ഇന്ത്യയിലെ ആൾക്കാർക്ക് മീൻ കൊടുക്കുന്നു, പക്ഷെ നമുക്കറിയാൻ മേല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് ഒന്നും അറിയാൻ മേല. ഫോബ്സ് മാഗസിൻ വന്ന് ചേട്ടാ ഇന്ന് മുന്നേ ചേട്ടൻ്റെ കൂടെ നടന്ന് 3 ദിവസം നടന്ന് ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് അവർ ഫോബ്സ് മാഗസിനിൽ അടിച്ചു വരുന്നു. 3 പേജ് കവർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറയുന്നത്, ഞങ്ങൾ ചേട്ടൻ്റെ കൂടെ വന്ന എന്തിനാണെന്നറിയോ, ചേട്ടനാണ് ആദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാം. നമുക്കറിയാൻ മേല. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റാണ് സീറ്റ് ഹോം എന്ന് അവർ പറയുമ്പോഴാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ ചെയ്യണം. ലോകത്ത് ആദ്യമായി പച്ചമീനിനെ ഓൺലൈനിൽ വിറ്റതും സീറ്റ് ഹോം ആണ്. ലോകത്തിൽ ആദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തതും സീറ്റ് ഹോം ആണ്. ഫോബ്സ് മാഗസിൻ പണക്കാരുടെ മാഗസിൻ അല്ലേ, വലിയ ധനവാന്മാരൊക്കെ അടിച്ചു വരുന്നല്ലേ. നമ്മുടെ പാവങ്ങളല്ലേ. ഫോബ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഫോബ്സ് അല്ല. ഇന്ന് ഫോബ്സിൽ പൈസ കൊടുത്തൊക്കെ വരും. അന്ന് ക്രെഡിബിലിറ്റിയുടെ അങ്ങേറ്റാണ് ഫോബ്സ് എന്ന് പറയുന്നത്. ജെന്യുനുള്ള മാത്രം, അവർ തെരഞ്ഞെടുക്കുന്ന മാത്രം, അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ. ഇന്ന് ഫോബ്സിൽ പൈസ, ഇന്നിപ്പോ ഫോബ്സ് എൻ്റെ അടുത്ത് വീണ്ടും വരുന്നുണ്ട്, നമുക്ക് കൊടുക്കാം, ഫ്രണ്ടിൽ കൊടുക്കാം, നിങ്ങളുടെ ഫാമിലി കൊടുക്കാം, മാത്യുവിനെ ഷാനയും കൂടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. കാശ് കൊടുത്താൽ മതി. ആ ഫോബ്സ് ഒന്നും അല്ല അന്നത്ത്, ക്രെഡിബിലിറ്റിയുടെ അങ്ങേറ്റാണ്.
അവരന്വേഷിച്ച് കണ്ടെത്തി കൃത്യമാണെന്ന് കണ്ട് യോഗ്യതയുണ്ടെന്ന് കണ്ടവരെ മാത്രമേ പോപ്സി വരുള്ളൂ. പിന്നെ മറ്റേ മനോരമ പത്രത്തില് തിരുവനന്തപുരം മെട്രോയില് ഒരു പത്രം മുഴുവനും യോശാനി നിൽക്കുവോ കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആയിട്ട് അയ്യോ അങ്ങനെ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് വനിത. 2 പ്രാവശ്യം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നെ ചോദിച്ചു നിനക്ക് സങ്കടം ഉണ്ടാവും, വല്ല സങ്കടം ഉണ്ടാവും ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടം. എന്റെ ചോദിച്ചാൽ 2 പ്രാവശ്യം വനിതയുടെ നടുക്കത്തെ പേജിൽ 2 പേജ് എഴുതി വന്ന ഏത് പെണ്ണുണ്ട് ഫോട്ടോസ് ഫുൾ സൈസ് ഫോട്ടോസ് ആരുണ്ട് മീനൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ ചോദിച്ചാന്റെ പുറകെ നിൽക്കുന്ന ഒരു ഫോട്ടോ 3 പേജിൽ 2 പ്രാവശ്യം വന്നിരിക്കുകയാണ്. പക്ഷെ തുടക്ക സമയത്ത് ബിസിനസിന്റെ കൂടെ ഉണ്ടായിരുന്നു, ആ സ്കെയിലിംഗ് പ്രോസസ്സിലെല്ലാം ആക്റ്റീവായിട്ട് നിന്നു. പിന്നീട് ഇപ്പം വീട്ടിലേക്ക് തന്നെ ആയി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഗ്രാൻഡ് മദർ പോസ്റ്റിൽ നിൽക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്രയ്ക്കും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ബിസിനസ്സുകാരി ഉണ്ട്, ഭയങ്കര കഴിവുള്ള ഒരു ബിസിനസ്സുകാരിയാണ്. എന്റെ ചാച്ചനും ഒരു ഫ്രഷ് ഹോമില് തന്നെ എന്റെ ചാച്ചനും ഒരു ബിസിനസ്സുകാരൻ തന്നെയാ. പച്ചക്കറി കച്ചവടക്കാരന്റെ മകളും മീൻകാരന്റെ ഭാര്യയുമാണ് ഞാനിപ്പോ. അപ്പൊ ബ്ലഡ് ഉണ്ടല്ല. അപ്പം എനിക്കിപ്പോ നമ്മുടെ വീട് നിൽക്കുന്നത് പള്ളിപ്പുറം ഇൻഫോ പാർക്കിനടുത്താ. അപ്പൊ ഇൻഫോ പാർക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ഞങ്ങളുടെ വിളൻകാരുണ്ട് കടവിൽ നിന്ന് വീട്. അപ്പൊ ആ വീട്ടില് പിന്നെ ഇൻഫോ പാർക്ക് കൊണ്ട് പണി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവന്റെ ഒരു വിജയൻ സാറ് മാറ്റിനെ വിളിച്ചു പറഞ്ഞ് ലേഡീസിന് നിൽക്കാൻ സ്ഥലമില്ല, അപ്പം ലേഡീസിന് നിൽക്കാനുള്ള സൗകര്യം മാറ്റിന് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചാൽ ഓർത്ത് ശരിയാണല്ലോ നമുക്കെന്നാ. അപ്പോൾ ഒരു ഹോസ്റ്റലിന്റെ കാര്യം നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞാൽ ഹോസ്റ്റൽ തുടങ്ങാം. അങ്ങനെ നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ 3 ബിൽഡിങ്. ഒന്ന് എന്റെ വീട്, ഒരു ബിൽഡിംഗ് ഇട്ട് ഇവൾക്ക് ഹോസ്റ്റലാക്കി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഇവള് പറഞ്ഞേ ഒരു ബിൽഡിംഗ് കൂടി പണിയണം, പൈസ തരാം ഞാൻ ചോദിച്ചു. ഞാൻ പൈസ ഇട്ട് എന്റെ പൈസ ഇട്ട് ആദ്യത്തെ ബിൽഡിംഗ് ചോദിച്ചാൽ എന്റെ പൈസ, രണ്ടാമത്തെ ബിൽഡിംഗ് എന്റെ പൈസ, 3ാമത്തെ ബിൽഡിംഗ്. അപ്പൊ ഒരു കോമ്പൗണ്ടിൽ 3 ബിൽഡിംഗ് ആണ്. 2 ഹോസ്റ്റല് അല്ലേ? മാറ്റിനൊക്കെ സുവർണകാലമല്ലേ ഇവരൊക്കെ എങ്ങായിട്ടിരിക്കാൻ കാരണം അത് എന്റെ രാവിലെ എങ്ങനെ യോഗ ചെയ്യാതിരിക്കാം. മോൻ മാത്രം പറയും ഓ ടീഷർട്ട് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അമ്മ, എന്തിനാണ് ഈ ഹോസ്റ്റൽ പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം എപ്പോഴാന്നറിയാം, ലേഡീസ് ഹോസ്റ്റൽ ഉണ്ടായിട്ട് ഓണ സമയത്തില്ലേ, ഓണത്തിന് നമ്മുടെ കുട്ടികൾ നല്ല അവര് ഡ്രസ്സ് ചെയ്യിക്കാനൊക്കെ ആൾക്കാർ അവിടെ വരുവേ, അവര് ബ്യൂട്ടീഷ്യനൊക്കെ വിളിച്ചോണ്ട് വരും. എന്നിട്ട് എല്ലാരും നല്ല സെറ്റൊക്കെ കൊടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു ഭംഗിയല്ലേ. മുല്ലപ്പൂക്കെ വെച്ച് പിള്ളേർ അവരും ഭയങ്കര രസമായിട്ട്, ഞാനും പിള്ളേരോട് ഭയങ്കര കൂട്ടാ, ഞങ്ങൾ ഒരുമിച്ച് കടപ്പുറത്തൊക്കെ പോകും. അവരെല്ലാരും തന്നെ എഞ്ചിനീയേഴ്സും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് നല്ല പിള്ളേർ കുട്ടികളാണ്, അവര് നല്ല കുട്ടികളാണ്. അപ്പൊ അവര് 38-40 പിള്ളേർക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്. അത്രയും പിള്ളേരാണെങ്കിലും പിള്ളേരുടെ ഒരു അനക്കവും ഇല്ല, അവര് നല്ല. അപ്പൊ അത് കാരണം മീൻ കച്ചവടത്തിൽ നിന്ന് കിട്ടിയില്ലേലും വീട്ടിലെ ചിലവൊക്കെ ഇടയ്ക്ക് ഞാൻ ഇവരുടെ കടം മേടിക്കും. ഭാര്യയുടെ കടം മേടിക്കേണ്ട സുഖം എന്ന് അറിയാൻ വേണ്ടി പലിശ സഹിതല്ലേ അതൊക്കെ മേടിക്കും. ഇവൾക്ക് വരെ കുഴപ്പമുണ്ട്, ഇവള് പലിശ വിട്ട് കളിക്കാലോ. പലിശ സർവീസ് ചാർജ് ആള് പോടാനായി. അപ്പൊ വല്ലപ്പോഴും എത്രയെങ്കിലും രൂപ മേടിച്ചത് ഞാൻ 2000 രൂപ കൂടുതൽ മേടിച്ചിരിക്കും, വാങ്ങിച്ചിരിക്കും. പിന്നെ സമയത്തിന് വിലയുണ്ട്. അപ്പൊ മാറ്റി വ്യത്യാസം പറയേ അത് നീ കഴിഞ്ഞ ദിവസം നീ പൈസ പിടിച്ചില്ല, കഴിഞ്ഞ പൈസയെ കുറിച്ച് സംസാരിക്കരുതെന്നാണ് മാത്യു എല്ലാ മോട്ടിവേഷനിലും പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ ഒരിക്കലും എഴുതിപ്പോയ പൈസ ഒരിക്കലും അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കില്ല, പുതിയത് നാളെ എന്താകണം എന്നാണ് ചിന്തിക്കുന്നത്. അത് പറഞ്ഞു പോയത് കണ്ടോ. പിന്നെ മാത്യു എപ്പോഴും പറയാം നമ്മള് ടെക്നോളജി ആഡ് ചെയ്യണം, അപ്പൊ അപ്ഡേറ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നമ്മുടെ അടുക്കളയിലേക്ക് വാ, ഈ അടുക്കള ഒന്ന് അപ്ഡേറ്റ് ഇതിനകത്ത് എന്താണുള്ളതെന്ന് കാണിച്ചാ എന്ന് പറഞ്ഞ മാത്യു എപ്പോഴും പറഞ്ഞതിന് അവസാനം ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഓക്കെ, ഒരേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ചേട്ടാ. പൊതുവെ നമ്മുടെ ഇവിടെ കാർന്നോമാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എന്തുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തോളൂ. നമ്മുടെ കയ്യിൽ 10 രൂപയെ കയ്യിലുള്ളൂങ്കിൽ 100 രൂപയ്ക്കാണ് അതിന് ബിസിനസ് ചെയ്യുന്നത്, നീ ഒറ്റയ്ക്ക് ചെയ്തോ. നമ്മുടെ കൂടെയുള്ളവർ ചിലർ സിബ്ലിങ്സ് ചേർന്നിട്ട് ബിസിനസ് ചെയ്യാൻ ഇറങ്ങും, ചിലർ ഇത്തരത്തിൽ ഫ്രണ്ട്സ് ചേർന്നിട്ട് ഇവരും ചേർന്ന്. നമുക്ക് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. അവർ തമ്മിൽ എത്രയോ പിരിയാൻ പറ്റാത്ത ഫ്രണ്ട്ഷിപ്പായിരുന്നു. പക്ഷേ ഈ കൂട്ട് ബിസിനസ്സിൽ വന്നതോടെ പൈസ എന്ന് പറയുന്ന കാര്യം വന്നു കഴിയുമ്പോൾ അവിടെ അതിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഫിനാൻസ് നമ്മുടെ ഇടയിലുള്ള ബന്ധത്തെ അങ്ങ് വേർതിരിപ്പിക്കും എന്നുള്ളത്. ചേട്ടൻ പക്ഷേ ഇന്നിപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ ഒരു പാർട്ട്ണറും ഉണ്ട് കൂടെ, സക്സസ്ഫുൾ ആയിട്ട് ദൈവമേ ടച്ച് വുഡ് വളരെ ഇത്രയും നല്ല ഒരു 11 വർഷമായിട്ട് ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു എങ്ങനെയാണ് നമ്മുടെ യൂത്തിനൊരു നല്ലൊരു മെസ്സേജ്, നമ്മൾ കൂട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ കാരണവന്മാരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ,
അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർ പറയുന്നത് ശരിയായിരുന്നു. ഇന്ന് എൻ്റെയോ കമ്പനിയുടെയോ അക്കൗണ്ടിൽ നിന്ന് ₹1 പോയാൽ ആ സെക്കൻഡ് എനിക്ക് SMS വരുന്നു. എനിക്ക് ഏത് സെക്കൻഡിലും എൻ്റെ ഓൺലൈനിൽ എടുത്ത് ബാങ്ക് അക്കൗണ്ട് നോക്കണം, കാശ് വെട്ടി നോക്കണം, എല്ലാത്തിനും ഉണ്ടല്ലോ അവിടെ. എല്ലാ മറ്റത് എൻ്റെ ബാങ്കിൽ എന്തുണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇവിടുന്ന് നടന്ന് എത്ര കിലോമീറ്ററുകൾ പോയി ബാങ്കിൽ പോയി നിൽക്കണം, പുറകിൽ നിൽക്കണം, എന്നിട്ട് ചെക്ക് എഴുതി ഒരുത്തിന് 50,000 കൊടുക്കുക, അല്ലേ? എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഇത് എൻ്റെ വിരൽത്തുമ്പിൽ എനിക്ക് ചെയ്യാമല്ലോ. ആ കാരണവന്മാർ ഇന്നായിരുന്നു ജീവിച്ചിരുന്നത് അവരിത് പറയലായിരുന്നു എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂട്ടുകച്ചവടം ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കണ്ടെത്തേണ്ട പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മയെ ബാലൻസ് ചെയ്യുന്ന ആളായിരിക്കും. ഇപ്പം ഞാനും ഷാനും ഞങ്ങളുടെ കോ ഫൗണ്ടേഴ്സ് എല്ലാം കൂടി കണ്ടുമുട്ടിയപ്പോൾ എനിക്കെന്തറിയാം, എനിക്ക് മീൻ കച്ചവടം അറിയാം, പക്ഷേ എനിക്ക് ടെക്നോളജി അറിയില്ല. ഷാൻ എന്തറിയാം, ഷാന് ടെക്നോളജി അറിയാം, പക്ഷേ മീൻ കച്ചവടം അറിയില്ല. ഞാൻ എപ്പോഴും പറയും, അവരെൻ്റെ കൂടെയുള്ള ബാക്കി ഞങ്ങൾ 8 കോ ഫൗണ്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഓരോ വിങ്ങിൽ, ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അദ്ദേഹം ഒരു CFO ആണ് ഞങ്ങളുടെ. അദ്ദേഹത്തിന് മീൻ കച്ചവടം അറിയില്ല, ടെക്നോളജി കുറച്ചറിയാം, പക്ഷേ അദ്ദേഹം CFO, അദ്ദേഹം ഫിനാൻസ് കൺട്രോൾ പുള്ളിയാണ്. വേറൊരു മനുഷ്യന് ടെക്നോളജി മാത്രമേ അറിയാവുള്ളൂ. അദ്ദേഹം ടെക്നോളജി തന്നെ പല വിഷയമുണ്ടല്ലോ. അദ്ദേഹം ഈ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കൽ, അങ്ങനെ ഞങ്ങളുടെ ജയേഷ് CTO അങ്ങനെയുള്ള ആളാണ്, അദ്ദേഹം അതിനകത്താണ്. വേറൊരാൾ പുള്ളി IT ആണ്, പക്ഷേ പുള്ളി ഡാറ്റയാണ്. ഡാറ്റ പഠിച്ച് അനലൈസ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് കൊല വിളിച്ച് കളയും. നിങ്ങൾ കഴിഞ്ഞ മാസം ചെയ്തപ്പോൾ ഇതെന്തിനായത് അങ്ങനെ ചെയ്ത് അങ്ങനെ ഓരോ സെക്ഷൻ. ഒരാൾ നമ്മുടെ ബിസിനസ് കൂട്ടുന്നതും ടേൺ ഓവർ കൂട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരാൾ ഞങ്ങൾ ലാസ്റ്റ് മൈൽ ഡെലിവറി മൊത്തം നോക്കുന്നതാണ്. ഒരാൾ ഞങ്ങളുടെ ദുബായ് ബിസിനസ് മൊത്തം നോക്കുന്നതാണ്. ഇങ്ങനെ ഓരോരുത്തരെയും ഞങ്ങളിങ്ങനെ വീതിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഷാൻ ചെയ്യണമെന്ന് നടക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളെപ്പോഴും പാർട്ട്നേഴ്സിനെ കണ്ടെത്തേണ്ടത് നമ്മുടെ പോരായ്മകൾ നികത്തുന്ന ആൾക്കാരെ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ സുതാര്യമായിരിക്കണം എല്ലാവരും. വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ അനന്ത ആകാശം പോലെ വിശാലവും ആഴി പോലെ അഗാധവുമായ ഹൃദയം വേണം. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമെന്നറിയില്ല, ഞാനും ഷാനും കൂടി ബിസിനസ് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ റിട്ടേൺ ആയ ഒരു എഗ്രിമെൻ്റ് ഇല്ല. ഇത്ര വലിയ കമ്പനി ആയിട്ട് പോലും ഇന്ന് വരെ ഇല്ല. ഞാൻ എന്തുകൊണ്ട് ഷാൻ്റെ കൂടെ കൂടിയെന്ന് പറഞ്ഞാലേ, എൻ്റെ ഷെയറും അതൊന്നും കണക്കൂട്ടില്ലല്ല, ഞാൻ കൊണ്ടുവന്നൊരു സ്വപ്നമാണിത്, എൻ്റെ ഒരു ഐഡിയ ആണിത്, ഇത് ലോകം മുഴുവൻ അറിയണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഒരു ഐഡിയ ഈ ലോകത്തെല്ലാവരും പറയണം, എല്ലാവരുടെയും വീട്ടിൽ ഓൺലൈനിൽ കൂടി മീൻ ചെല്ലണം. അപ്പോൾ പറയും ഇത് ആര് കണ്ടുപിടിച്ചാണ്, ഇല്ലേ? ബൾബ് കണ്ടുപിടിച്ചാൽ തോമസ് ആൽവ എഡിസനാണ്. എഡിസൺ ഈ കാണുന്ന ബൾബാണ് കണ്ടുപിടിച്ചത്. അത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ, പക്ഷേ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച ആ സ്റ്റൈലിലല്ല ഇപ്പോൾ പോകണം. ഇപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ ഞങ്ങൾ ആധുനികവൽക്കരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓൺലൈനിൽ മീമിറ്റ് തരാം, അത് മാറ്റുക. അന്ന് പറഞ്ഞ മാതിരി എൻ്റെ ഐഡിയ ലോകം മുഴുവൻ അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല എനിക്ക് ഇതിനകത്ത് 50% അങ്ങോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും, 25% ഇങ്ങോട്ട് പോയാൽ അങ്ങനെയൊക്കെ നമ്മൾ കണക്കൂട്ടി കൊണ്ടുപോയി ഇന്നത്തെ ലോകത്തൊന്നും നടക്കില്ല. അത് നിങ്ങൾ ഫ്ലിപ്കാർട്ട് മാത്രം നോക്കിയാൽ മതി. ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ സച്ചിൻ ബിന്നിയും കൂടി തുടങ്ങിയ കമ്പനിയാണ്. ബിന്നിക്ക് അന്നേരം ആകപ്പെടെ ഉണ്ടായിരുന്ന 6.5% ഷെയറേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കാരണന്മാരാണെങ്കിൽ ആലോചിക്കാൻ പറ്റുക, ഞാൻ തുടങ്ങിയ കമ്പനിയിൽ എനിക്ക് 6.5% ഷെയറേ ഉള്ളൂ. ഇന്ന് നമ്മുടെ വലിയ സ്വിഗ്ഗി, സുമാറ്റോ അങ്ങനത്തെ കമ്പനി അതിൽ ഓണറിന് 2% ഷെയർ ഉള്ളൂ ഏതോ ഒരു കമ്പനിയിൽ. പക്ഷേ ആ 6.5% ഷെയറിന് അവന് കിട്ടിയത് 1600 കോടിയാണ് ബിന്നിക്ക് കിട്ടിയത് ആ വർഷം. അന്ന് ആ വർഷം ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടിച്ച ബിന്നിയാണ് ഇന്ത്യയിൽ. അപ്പോൾ അവൻ 100% അവർ രണ്ടും കൂടി പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ആ 100%-ന് പോലും 1000 കോടി കിട്ടിയില്ലായിരുന്നു. അപ്പം നമ്മൾ ആ പഴയ കാരണവന്മാരുടെ ചിന്തയൊക്കെ മാറ്റിയിട്ട് നമ്മൾ തുറന്ന് വിടൂ. നിങ്ങൾക്ക് എന്തിനാണ് 10-20%? നിങ്ങൾക്ക് 2% മതിയെന്ന്, എന്തിനാണ് ഇതിനുമാതിരി പൈസ? അത് പക്ഷേ നമ്മൾ അതിനായിരിക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എനിക്കൊരാഗ്രഹമുള്ളത്, എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ ധനവാനാകണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനീ പറയുന്ന പോളിസി എടുക്കുകയും ചെയ്യരുത്. എൻ്റെ ആഗ്രഹം എനിക്ക് അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാണെന്ന് ഭയങ്കര ആഗ്രഹം. എല്ലാവരും എന്നെ അറിയണം, എല്ലാവരും എൻ്റെ ബിസിനസ് അറിയണം എന്നാഗ്രഹിക്കുന്ന, വേണമെങ്കിൽ സ്വാർത്ഥത എന്ന് പറഞ്ഞോ, അതെനിക്കുണ്ട്. പക്ഷേ എനിക്ക് വലിയ പണക്കാരനാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിരിക്കണം ഞാനെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നേരെ തിരിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ചാൽ ഒന്ന് നമ്മുടെ പോരായ്മകളെ പരിഹരിക്കണം, 2 നമ്മൾ പരസ്പരം തുറന്ന മനസ്സായിരിക്കണം. അങ്ങനെ പോയാൽ എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന് അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ യുവത്വത്തോട് പറയുന്നത്, നിങ്ങൾ ടീമായിട്ട് തുടങ്ങാവുള്ളൂ, ഒറ്റയ്ക്കുള്ള ഏകാംഗ നാടകത്തിന് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണവന്മാർ അന്ന് പറഞ്ഞത് അവർക്ക് വിവരമില്ലാണ്ടല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ പറയിപ്പിച്ചതാണ്, അല്ലേ? പണ്ട് നമ്മളോട് പറയായിരുന്നു മുറിവ് പറ്റിയ ചാണകം വെച്ച് കെട്ടിയാൽ മതി എന്ന് പറയും. ഇന്ന് ചാണകം വെച്ച് കെട്ടിയാൽ എന്താണ് അവസ്ഥ?
കാലം മാറുമ്പോൾ അതനുസരിച്ച് നമ്മൾ മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറ്റണം. അല്ല നമ്മളെന്നും പഴയടുത്ത് തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊരു ടീമായിട്ട് പോകണം, ടീമിനെ കൊണ്ടുവന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് വിൽക്കണമെങ്കിലും വിറ്റോ, പക്ഷേ ബ്രാൻഡ് ചെയ്ത് വിൽക്കണം. ബ്രാൻഡ് ചെയ്ത് വിൽക്കാം, ജെനുവിൻ ആവുക അല്ലേ? പിന്നെ യെസ്, ബ്യൂട്ടിഫുൾ. ചേട്ടൻ തുടങ്ങിയ സമയത്ത് അച്ഛൻ ഒന്നും ബിസിനസ്സിനകത്തേക്ക് ഉണ്ടായിരുന്നില്ല, മൂത്ത മകൻ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തം എടുത്ത് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി. കൂടെ 4 പേരെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ 4 മക്കളല്ലേ? അവരൊക്കെ പിന്നീട് പോകെ ഈ ബിസിനസ്സിനകത്തേക്ക് അവരും ഉണ്ടോ? ഇല്ല, അവരൊക്കെ എന്തൊക്കെയാണ് അവരിപ്പോ? അവർ ഞങ്ങളുടെ 4 മക്കളിലെ ഏറ്റവും പഠിക്കാൻ കൊള്ളാത്ത ആൾ ഞാനായിരുന്നു. ഞാനിങ്ങനെ കഷ്ടി ജയിക്കുമെന്നില്ല. എൻ്റെ അനിയന്മാരൊക്കെ നല്ല മാർക്ക് മേടി ജയിക്കുന്ന ആളാണ്. എൻ്റെ നേരെ ഇളയാൾ ഇപ്പം മിലിറ്ററിയിൽ കേണലാണ്. ഓ, അവൻ ചണ്ഡീഗഡിലുണ്ട്. ഇവള് കഴിഞ്ഞ മാസം ചണ്ഡീഗഡിലായിരുന്നു. അവൻ ചണ്ഡീഗഡിലുണ്ട്, ഫാമിലിയായിട്ട് അവിടെ ഉണ്ട്. അതിൻ്റെ ഇളയാളെ ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയും. അവനൊരു ഇന്ത്യയിലെ ഫേമസ് ആയൊരു പത്രപ്രവർത്തകനാണ്. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ആളാണ്. പേര് ജോസി ജോസഫ് എന്നാണ്. അവനാണ് ആദർശ് രാജ് കുംഭകോണം, കോമൺവെൽത്ത് അഴിമതിയൊക്കെ പുറത്തു കൊണ്ടുവന്ന ആൾ. വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, ജോസി ജോസഫ് എന്ന് അടിച്ചാൽ വരും. അവൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്, ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സും സൈലന്റ് കൂ. അതൊക്കെ വെച്ച് ഇപ്പോൾ സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വേറെ ലെവലവൻ. പക്ഷെ അവൻ പഠിച്ചത് അവൻ പഠിച്ച സൈനിക സ്കൂളിലാണ്. അന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരാൾക്കേ സൈനിക സ്കൂളിൽ അഡ്മിഷൻ ഉണ്ട്, അത് ജോസിക്കായിരുന്നു, അനിയനായിരുന്നു. അതിനകത്തൊക്കെയാണ് ഞാൻ എൻ്റെ ചാച്ചനെ അംഗീകരിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മക്കളോട് അത്രയും നീതി പുലർത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അന്നത്തെ കാലത്ത് ഒരു വരുമാനവും ഇല്ലാഞ്ഞ കാലത്തും ആ മനുഷ്യൻ മക്കളെയൊക്കെ പഠിപ്പിക്കും. ഞാൻ പഠിച്ചില്ല, അത് എൻ്റെ കുഴപ്പമാണ്. എന്നെ അന്നും ചേർത്തലയുള്ള നല്ല സ്കൂളിലൊക്കെ കൊണ്ട് ആക്കി. അപ്പോൾ അവനാണ് സൈനിക സ്കൂളിൽ പഠിച്ചു. പിന്നെ ഇളയത് ഒരു പെങ്ങള്, അവളിപ്പോൾ എന്താണ് വൈസ് പ്രസിഡന്റ് ലീഗൽ ഫെഡറൽ ബാങ്കിലാണ്. ഓ, എല്ലാരും ഓരോരോ മേഖലയിൽ അതിനൊരു കഥയുണ്ട്. എൻ്റെ കല്യാണമൊക്കെ അപ്പം മാത്യുവിൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം മാത്യുവിൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ ജോസി ജോസഫ്, അവൻ സൈനിക് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ചാച്ചൻ്റെ നിർബന്ധപ്രകാരം ഡിഗ്രി എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് NSS കോളേജിൽ പഠിക്കും. അപ്പോഴാണ് എൻ്റെ അനിയത്തി അവിടെ ഉള്ളത്. അപ്പോൾ ജോസി ജോസഫ് എന്ന് പറഞ്ഞാൽ വാ തുറന്ന ഭയങ്കര ഇംഗ്ലീഷും ഭയങ്കര ജീനിയസ് വർത്താനൊക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു നിരയിൽ ആൺപിള്ളേർ, ഒരു നിരയിൽ പെൺപിള്ളേർ. ആ ജോസി ഇരിക്കുന്ന നിരയിൽ പെൺപിള്ളേർ ഒരെണ്ണം ഇരിക്കുന്നില്ല പേടിച്ചിട്ട്. അപ്പോൾ ജോസിയുടെ ചേട്ടനാണ് എന്നെ പെണ്ണണം വന്ന് പറഞ്ഞപ്പോൾ പോലെ എൻ്റെ അനിയത്തി കരച്ചില്ല. എൻ്റെ ചേച്ചി അവർ ഭയങ്കര ബുദ്ധിജീവികളാണ്, ചേച്ചി എന്ന് അവർ മിണ്ടാൻ പറ്റത്തില്ല, ചേച്ചി പെട്ടുപോകുമ്പോൾ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയുക. അപ്പം ഇങ്ങനെയൊക്കെ പേടിച്ചൊക്കെയാണ് ഞാനും വരണത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഈ ജോസി ജോസഫും ഈ കേണൽ സിബി ജോസഫും എല്ലാവരും ഇല്ലേ ഭയങ്കര പാവത്താമാര്, ഭയങ്കര ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാവരും ചേച്ചി എന്ന് നടക്കണത്. ഒത്തിരി നാട്ടിലുള്ള എല്ലാ തമാശകളൊക്കെ പോയി അമ്പലത്തിൽ ആന ഓടിയ കഥകളും അങ്ങനെ കുറേ കഥകളൊക്കെ ഉണ്ട് അവരുടെ കുഞ്ഞുനാളത്തെ കഥ. അതൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഭയങ്കര തമാശയും ചിരിയും അങ്ങനെ നല്ല രസമുള്ള ഭയങ്കര രസമുള്ള വീട്. അങ്ങനെയായിരുന്നു. അതിനകത്താണ് എൻ്റെ ചാച്ചനും അമ്മച്ചീനെയും നമ്മളൊരു അല്ലേ. അതെ, തീർച്ചയായിട്ടും. അവരുടെ ആ കാലഘട്ടത്തിൽ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കരല്ലേ. അത് തന്നെയാണല്ലോ ഇന്നിപ്പോ മക്കൾ ഇത്രയും നല്ല നിലയിൽ എല്ലാവരും എത്തിയതും അല്ലേ. ശരിയാ. നിങ്ങളുടെ മക്കള് സർ മക്കളിപ്പോ? ഞങ്ങൾക്ക് 2 മക്കളാ. മൂത്തത് മോള് കല്യാണം കഴിഞ്ഞു, മൂവാറ്റുപുഴയിലാണ്, എടാട്ടയിൽ നിന്നാണ് വിട്ടുവരി. അവള് ഹസ്ബൻഡ് വിവേക്, അവൻ KPMGയിലായിരുന്നു. അവിടുന്ന് ജോലി രാജിവെച്ച് ഇപ്പോൾ 2 പേരും കൂടി മൂവാറ്റുപുഴയിൽ ചെറിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ക്രൈയുടെ ഫ്രാഞ്ചൈസി അവർ നടത്തുന്നത്. ഇപ്പോൾ മോൻ MBA കഴിഞ്ഞു, അവൻ സിംബിയോസിലാണ് പഠിച്ചത്. MBA കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ ആദ്യം 1 വർഷം എൻ്റെ കൂടെ ഫ്രഷ് ഹോം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങട്ടെ. സീ ഫുഡ് തന്നെയാണ്, അവന് സീ ഫുഡാണ് ഇഷ്ടം, എന്നെ പോലെ തന്നെ. സീ ഫുഡ് തന്നെ ഒരു സ്വന്തം ബിസിനസ് തുടങ്ങുന്നതിനുള്ള കാര്യങ്ങൾ തുടങ്ങി, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കണം. അവന്റെ കല്യാണം ആലോചിക്കുവാണ്. 26 വയസ്സായി, കല്യാണം ആലോചിക്കും. ഈ നവംബർ 1 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാവറയുടെ ലൈഫ് നെറ്റ് ടിവിയിലൂടെ കൂടെ നല്ല കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളുടെ മരുമകളാകാൻ ഡയറക്റ്റ് ആയിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒരുപാട് നല്ല പ്രപ്പോസൽസ് എല്ലാം. സാറിന്റെ അനുഭവങ്ങൾ ഇപ്പം മക്കളെല്ലാം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, അവർക്ക് ശരിക്കും ഒരു പഠിക്കാൻ ഒരു എന്താ പറയാ ഒരു വീട്ടിൽ തന്നെ ഒരാളുണ്ട്, എൻസൈക്ലോപീഡിയ. അപ്പോൾ അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മക്കൾക്ക് ബിസിനസ്സിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ 2 പേരും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അതേപോലെ ഇത്രയ്ക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് നല്ല നല്ല ബുക്സിലൂടെ തങ്ങളുടെ അനുഭവങ്ങൾ എഴുതി. കാരണം ഈ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന കുട്ടികൾക്കെല്ലാം അത് വായിച്ചറിയാനും ഒരു റെഫറൻസിന് വേണ്ടിയിട്ടുമെല്ലാം. സാറും അങ്ങനെ ഒരു മുമ്പെന്ന് പറയുന്നുണ്ടായിരുന്നു ബുക്ക് എഴുതും എന്നുള്ളത്, അതിലേക്കുള്ള ഒരു. ഞാൻ ഈ കോളേജിലെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ എന്നോട് 1-2 കോളേജിലെ പ്രിൻസിപ്പൾമാർ പറഞ്ഞിട്ടുണ്ട്,
മാത്യു എങ്ങനെയാലും ഇതൊരു പുസ്തകമാക്കണം, നിങ്ങളുടെ കഥയെ ഒരു അതെ പുസ്തകമാക്കണം, ശരിക്കും ഈ കുട്ടികളോട് പറയുന്നത് ഒരു പുസ്തകമാക്കിയാലും മതി. 3-4 പുസ്തകം എഴുതാനുള്ള ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് പുസ്തകങ്ങളാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സമയക്കുറവ്, എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷാണ്, ഞാൻ പറഞ്ഞില്ല അവൻ്റെ. അപ്പോൾ എനിക്കും പുസ്തകം എഴുതാൻ താല്പര്യമുണ്ട്. എൻ്റെ ചാച്ചൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആണോ? ചാച്ചൻ ഇങ്ങനത്തെ അല്ല, ഞങ്ങളുടെ പള്ളിയിൽ ഒരു വിശുദ്ധനായ ഒരു വൈദികൻ ഉണ്ടായിരുന്നു, ആ അച്ഛനെ കുറിച്ചുള്ള ഒരു പുസ്തകം പുള്ളി എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പുള്ളി അദ്ദേഹം ചാച്ചൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പുസ്തകം എഴുതണമെന്നുണ്ട്, 1-2 പുസ്തകങ്ങളാക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ സമയക്കുറവുണ്ട്. അപ്പോൾ എന്നോട് 2-3 ഫേമസ് പബ്ലിഷേഴ്സ് പറഞ്ഞ് ഞങ്ങൾ ആളെ വിട്ടുതരാം, വെറുതെ മാറ്റി അവരോട് സംസാരിച്ചാൽ മതി, അവരത് എഴുതിയിട്ട് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും 2 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ഒരു പുസ്തകം ഇറങ്ങണം എന്ന് തന്നെയാണ് ഉദ്ദേശം. കാരണം ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത ഒരാളല്ലേ. ഇത്രയും സക്സസ്ഫുൾ ഒരു ജേർണിയിൽ നിന്ന് എന്തൊക്കെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അനുഭവങ്ങളായിരിക്കും ഓരോ നെക്സ്റ്റ് ജനറേഷന് ഷെയർ ചെയ്യാനുണ്ടാവുക. ശരി, ഞാനിപ്പോൾ കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ബിസിനസ്സുകാരായിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന അവരുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ. മനസ്സിലായി? അവരൊക്കെ എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്. സർ എപ്പോഴും വെയിറ്റിംഗ് ആണല്ലേ ഓരോ പുതിയ ഐഡിയ. ഭയങ്കര മാറ്റമല്ലേ നമുക്ക്. അതൊന്നും നമുക്ക് ചിലപ്പോൾ എവിടെ പഠിച്ചാലും കിട്ടിയല്ലേ അത്. അവരുടെ അനുഭവത്തിൽ ഉണ്ടായൊരു സംഭവം അത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ അനുഭവം പറയാം. ഞങ്ങളെ സംബന്ധിച്ചൊരു നെഗറ്റീവ് വീഡിയോ ഇറങ്ങി ഫ്രഷ് ടോമിനെ കുറിച്ച് തിരുവനന്തപുരത്ത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ അതുണ്ടാണ്. അപ്പം ഞാനൊക്കെ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ ആകെ ഇതായിപ്പോയി. അപ്പം ഞാനത് ചിറ്റിലപ്പള്ളി സാറിനോട് ചോദിച്ചു. സാറിന് എനിക്ക് സംസാരിക്കാനും ഫോൺ വിളിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. സാറ് എന്നോട് പറഞ്ഞു, മാത്യു ഇതിനു വേണ്ടി ഒത്തിരി സമയം കളയുകയോ അതിൻ്റെ പിന്നാലെ പോവുകയോ അതിൻ്റെ പിന്നാലെ ചിന്തിച്ച് സമയം കളഞ്ഞൊന്നും ചെയ്യരുത്. അതിനൊരു നിയമപരമായ ചില നടപടികളുണ്ട്, അത് നീ ചെയ്തോ, അല്ലാതെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കാം ഞാൻ സാധനത്തിന്. അതിനെ നമ്മൾ ശ്രദ്ധിക്കാനും അവരോട് ഇനി ഇത് ഇട്ടവനോട് അവൻ അതിനാണ് ഇട്ടത്, നമ്മൾ അവനെ മുട്ടണം, അവനോട് സംസാരിക്കണം, എന്നിട്ട് അവൻ എന്തെങ്കിലും പൈസ കൊടുക്കണം, ഇതിനൊക്കെ ആയിരിക്കും അവൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ അവനെ ശ്രദ്ധിക്കാനോ അവൻ പറഞ്ഞ കേൾക്കാനോ നീ പോവുകയോ ചെയ്ത് നീ നിൻ്റെ വഴിക്ക് പോകണം പറഞ്ഞു. ഇതിങ്ങനെ ഒരു സാധനം വന്ന് കണ്ടവർ കുറച്ചുപേർ കണ്ടു കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് അവൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടു. അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അത് ബോധർ ചെയ്യേണ്ട, ഇതുപോലെ ഇനി വരാൻ പോണേ ഉള്ളെന്ന് പറഞ്ഞു, ഇഷ്ടം പോലെ. അതൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരിയുള്ള അദ്ദേഹം അത് പറഞ്ഞില്ലായിരുന്നു, ചിലപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ അവനെ വിളിക്കാനും അവനോട് കാണാനും ഒക്കെ പോയി അവനോട് സെറ്റിൽമെൻ്റ് ആകാനൊക്കെ പോയേനെ. സാറ് പറഞ്ഞു എൻ്റെ ഒരാവശ്യമില്ല, അങ്ങനെ നീ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ മാതിരിയുള്ള അനുഭവങ്ങളുണ്ടല്ലോ. അതൊന്നും നമുക്കൊരു പുസ്തകത്തെ പഠിച്ചാൽ ഒരാളോട് ചോദിച്ചാൽ അവരൊക്കെ അനുഭവിച്ചിട്ടുള്ളതിൽ നിന്നാണ് അവരത് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം കൂടെ. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ സാർ പറഞ്ഞു കഴിഞ്ഞു. 31 years ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹെൽത്തി നല്ല സ്വീറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ബിസിനസ്സും അതിൻ്റെ കൂടെ മങ്ങാതെ കൂടി നല്ല രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഈക്വലായിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു? നിങ്ങളുടെ 2 പേരുടെയും കൂടെ ആ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, കഴിഞ്ഞ ആഴ്ചയിലാണ് കല്യാണം കഴിഞ്ഞെന്ന് ആലോചിച്ചാൽ മതി. അതെ, ശരിക്കും പൈൻമര ചൂട്ടിൽ നടന്നില്ലെങ്കിലും പൈൻമര ചൂട്ടിലൂടെ നടക്കുവാണെന്ന് ചിന്തിക്കുക. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഇവർക്ക് കുറേ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, എനിക്ക് കുറേ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അപ്പം ഞാൻ തീരുമാനിക്കണം ഇവളെ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇവളെ സ്നേഹിക്കാമെന്ന് തുടങ്ങുവാണെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ പിന്നെ വിജയിക്കാൻ പറ്റില്ല. ഇവൾ നേരെ തിരിച്ചു എനിക്ക് കുറേ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാവും, അതെല്ലാം മാറിയിട്ട് വേണം പുള്ളിനെ ഒന്ന് സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പോൾ ഏത് അവസ്ഥയാണോ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അതിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യണം. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് അത് എൻ്റെയും കൂടി പാർട്സാണ്. അപ്പം ഞാൻ എന്ത് ആക്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. നല്ല പിരിമുറുക്കം വരുമ്പോൾ പാട്ട് പാടുക, പാട്ട് പാടി അങ്ങോട്ട് എന്തോരം പാട്ടാണുള്ളത്, എന്ത് രസമുള്ള പാട്ടുകളാണ്. ഓരോ പാട്ടിനും എന്തോരം അർത്ഥങ്ങളാണ്. ഞങ്ങളുടെ വയലാറിന്റെ പാട്ട് കേട്ടോ. അങ്ങനെ നമുക്കൊരു പാട്ടോടെ ഇതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു പാട്ട് കൂടെ 2 പേരുടെ അതോടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യം കണ്ട സിനിമ 1942 എ ലവ് സ്റ്റോറി എന്ന സിനിമയാണ്. പോകാനുള്ള കാര്യമുണ്ട്, ഇവള് ഹിന്ദി ബിയണ്ട. അപ്പൊ ഞാനോർത്ത് ഇവർക്ക് എല്ലാം ഹിന്ദി നല്ലോണം സംസാരിക്കാൻ അറിയല്ല. അപ്പൊ അന്ന് നമുക്ക് ഹിന്ദി സിനിമയ്ക്ക് പോവാം എന്നും പറഞ്ഞ് ഞാൻ ഇവളുടെ ഒരു ഇത് വെച്ച് ഇവളോട് ചോദിച്ചിട്ടില്ല, എന്റെ മനസ്സിൽ ഇവള് ഹിന്ദി ബിഎഡാണ്, അപ്പൊ ഹിന്ദി ആണല്ലോ ഇവളുടെ സാധനം. അങ്ങനെയാണ് 1942 ലവ് സ്റ്റോറി കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഹിന്ദി പറയാനും അറിയാൻ മേലെ, ഹിന്ദി മനസ്സിലാണില്ല. നമുക്ക് ലവ് മാത്രം കണ്ടാൽ മതി, ഞാൻ ലവ് മാത്രം കണ്ടാൽ സാറ് പോയപ്പോ ഹിന്ദി മനസ്സിലായില്ലേ? ഇവളുടെ അടുത്ത് ചോദിച്ചു കഥ മനസ്സിലാകുന്ന ഓരോ സംഭാഷണം പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കണം. അല്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ജീവിതത്തിൽ പിന്നെ ഇന്നും നമ്മൾ അതിലത്തെ പാട്ട് പാടും. ആ പാട്ടിലൂടെ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. അല്ലല്ല, അത് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റും. വെറുതെ എന്നാ ഏതെങ്കിലും ഒരു പാട്ട് ഏക്കിലടിക്ക് അടിച്ചു.
ഒന്ന് പാടും ജോസിനോട് പാടും. ओ एक लड़की को देखा तो ऐसा लेगा जैसे അറിയാമോ? Thank you so much. Very beautiful. Thank you so much. Wishing all the best. ഇനിയും ലൈഫിൽ ഇതിനേക്കാട്ടിലും സ്മൂത്ത് ആയിട്ട് നല്ല ഈസി ആയിട്ട് ഇനിയും നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ റൊമാൻറ്റിക് ആയിട്ട് സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഒത്തിരി ഇന്റർവ്യൂകൾ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഞാൻ എത്ര അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങൾക്ക് സന്തോഷം. ഭയങ്കര സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.